ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന സെമിനാറിൻ്റെ കാര്യവിവരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് പ്രത്യേകം വിശദീകരിക്കുന്നില്ല. സമദർശിയുടെ മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്ന സംവരണം, സാമൂഹ്യനീതി, പ്രാതിനിധ്യം എന്ന വിഷയത്തെ സംബന്ധിച്ച ഈ സെമിനാർ. ആദ്യത്തെ പരിപാടി സമദർശിയുടെ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരമ്പര ആയിരുന്നു. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ഒരു പൊതുനാമത്തിന്റെ കീഴിൽ പ്രഭാഷണങ്ങളാണ് സംഘടിപ്പിച്ചിരുന്നത്. ബി രാജീവൻ, രേവതി ലോൾ, KEN കുഞ്ഞഹമ്മദ് തുടങ്ങിയവരൊക്കെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. രണ്ടാമത്തത് ഗുരുമസ്താനിയം എന്ന് പറയുന്ന സംഗീത പരിപാടിയായിരുന്നു. സമീർ ബിൻസി നയിച്ച ശ്രീനാരായണ ഗുരുവിനെയും ഇച്ഛാമസ്താനെയും കോർത്തിണക്കിക്കൊണ്ട് അതിനെ സംഗീതത്തിലേക്ക് ട്രാൻസെൻഡ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ രണ്ടാമത്തെ പരിപാടി. ഇന്ന് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ അതിനെ സംബന്ധിച്ച ചർച്ചകൾ വളരെ കുറച്ചു മാത്രം നടക്കുന്ന ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് സംവരണം, സാമൂഹ്യനീതി, പ്രാതിനിധ്യം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരുപക്ഷെ പാൻ ഇന്ത്യൻ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ എവിടെയും സംസാരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ഒന്നായ ഈ സംവരണത്തെ സംബന്ധിച്ച ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ജസ്റ്റിസ് K. ചന്ദ്രു ആണ്. ചന്ദ്രുവിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. പലതരത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ പൊതുസമൂഹത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു ജൈവ ബുദ്ധിജീവി ആണെന്ന് പറയാം. അദ്ദേഹം ന്യായാധിപനായിരിക്കുമ്പോൾ, മദ്രാസിലെ ഹൈക്കോടതിയിലെ ന്യായാധിപനായിരിക്കുമ്പോൾ 96,000 കേസുകൾ ഡിസ്പോസ് ചെയ്തിട്ടുള്ള ഒരു ന്യായാധിപൻ ആണ് അദ്ദേഹം എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭരണഘടനയുടെ അതിന്റെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച, ഭരണഘടനയ്ക്കുള്ളിലെ ദർശനങ്ങൾക്ക്, ആധുനികമായ ദർശനങ്ങൾക്ക് അത് വിഭാവനം ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ച ഡോക്ടർ അംബേദ്കറുടെ ആ ഒരു കാഴ്ചപ്പാട് ഈ ന്യായപീഠത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഒരു തരത്തിൽ ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന വലിയ തരത്തിലുള്ള ഒരു ദർശനം നമുക്ക് രാജ്യത്തിന് മുന്നിലുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം ചലിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള പലതരം ശ്രേണീകൃത ബന്ധങ്ങളിൽ കൂടിയാണ്. ഇത് രണ്ടും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്ക് നിദാനം എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് ഈ പൊരുത്തക്കേടുകളെ കുറിച്ച് അറിയുകയും അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാന്ന് പറയുന്നത് ന്യായപീഠത്തിൽ ഇരിക്കുന്ന ഒരാൾ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രസക്തി കൈവരുന്നുണ്ട്. അത് വെറും ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പൊതുബോധത്തിലുള്ള ഒരു വെറും ഇടപെടൽ മാത്രമല്ല, അത് സഫലമായ ഒരു ഇടപെടലായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത ഒരാളാണ്, ആ വലിയ മനുഷ്യനാണെന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ സമദർശിക്കും എൻ്റെ സ്വന്തം പേരിലും ജസ്റ്റിസ് ചന്ദ്രുവിനെ സ്വാഗതം ആശംസിക്കുന്നു. ഇത് ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശസ്ത പത്രപ്രവർത്തകനായ ഈ സലാഹുദ്ദീനാണ്. സലാഹുദ്ദീൻ ഇവിടെ മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫായിട്ട് തൃശ്ശൂർ പണിയെടുത്തിരുന്ന ഒരാളാണ്. ആ കാലത്ത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ അദ്ദേഹമാണിത് മോഡറേറ്റ് ചെയ്യുന്നത്. വളരെ തികച്ചും അർഹതയുള്ള ഒരാൾക്ക് ഈ പറയുന്ന ഈ കൊല്ലക്കാലത്ത് പത്രപ്രവർത്തകരായി ജീവിച്ചിരുന്ന ഒരു വലിയ നീണ്ട കാലയളവില് ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്, അതെങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന ചരിത്രത്തെ പറ്റിയുള്ള ധാരണയുള്ള ഈ സലാഹുദ്ദീനാണിത് മോഡറേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടനുബന്ധിച്ച 2 പ്രഭാഷണങ്ങളാണുള്ളത്. ഒന്ന് നടത്തുന്നത്
അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. അദ്ദേഹം മുൻ രാജ്യസഭ MP ആയിരുന്നു. ഇപ്പോ PKS എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന അടിസ്ഥാന വിഭാഗങ്ങളുടെ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അഡ്വക്കേറ്റ് കെ സോമപ്രസാദിനെ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഡോക്ടർ KM സീതിയാണ്. പ്രതിനിധാനത്തെ പറ്റി ഒരുപക്ഷെ വളരെ നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ KM സീതി. MG യൂണിവേഴ്സിറ്റിയിൽ ഡീൻ ആയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാഠശാലയായ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ആൻഡ് പൊളിറ്റിക്സിന്റെ അധ്യക്ഷ പദവി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇപ്പോ അത് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറായിട്ട് അവിടെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെയും ഇവിടേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് ഡോക്ടർ ലിനിപ്രിയ വാസവനാണ്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതായത് ജസ്റ്റിസ് ചന്ദ്രുവിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് അംബേദ്കറുടെ വെളിച്ചത്തിൽ എന്ന് പറയുന്ന പുസ്തകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ വിധിന്യായങ്ങൾക്ക് വഴിവിളക്കായി അംബേദ്കർ ചിന്ത എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെ പറ്റിയുള്ള ഒരു സാക്ഷ്യപത്രമാണ്, ആ ലേഖനങ്ങളാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. അതിന്റെ മലയാള പരിഭാഷ ഇവിടെ പ്രകാശിതമാകുന്നുണ്ട്. ഈ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി അതിനുശേഷം പ്രകാശിതമാവുന്നുണ്ട്. അത് തർജ്ജമ ചെയ്തത് KS വെങ്കിടാചലാണ്. വെങ്കിടാചൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങുന്നത് രജനി പാലപ്പറമ്പിലാണ്. രജനിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം കൂടി, ഒരു ഉപപരിപാടി കൂടി ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മോഡറേറ്ററായി ഈ സലാഹുദ്ദീനെ ക്ഷണിക്കുന്നു. ജസ്റ്റിസ് K. ചന്ദ്രു, അഡ്വക്കേറ്റ് K. സോമപ്രസാദ്, ഡോക്ടർ KM സീതി, ഡോക്ടർ ലിനിപ്രിയ വാസവൻ, പ്രിയ സുഹൃത്ത് ശ്രീ PN ഗോപികൃഷ്ണൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചരിത്രത്തില് വളരെ സുപ്രധാനമായ പല സംഭവവികാസങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒരു ചർച്ച തുടങ്ങി വെക്കുമ്പോൾ അതിൻ്റെ ആമുഖമായി ഒരു കാര്യം മാത്രം, ഒരു പോയിന്റ് മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംവരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ട് തലത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തുള്ള ഭരണ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള ഒരു സംവരണവും 947 ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ജനകീയ സംവരണവും, അതായത് ഉദ്യോഗങ്ങളിലും മറ്റുമുള്ള സംവരണവും, പിന്നീട് അതോടനുബന്ധിച്ചിട്ടുള്ള സാമൂഹ്യനീതി. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യമൊക്കെ ഭരണഘടനയിൽ ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച സമദർശി ഏറ്റെടുത്തു എന്നുള്ളതിന് ചില ഘടകങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സംവരണത്തെ കുറിച്ചുള്ള ചർച്ച കുറെ കാലങ്ങളായി നടക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഭരണഘടനയിൽ പറയപ്പെടുന്ന നീതി, ഭരണനീതി, സാമൂഹ്യ നീതി, അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ലഭിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടേതുണ്ട്, അല്ലാതെ മറ്റിതര സാമൂഹിക മേഖലയിലുള്ളവരുടെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഭരണഘടനയിൽ ഉറപ്പു നൽകുന്ന രീതിക്കും അപ്പുറമാണ്. പക്ഷെ എനിക്ക് ഒരു പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഡോക്ടർ KM സീതി എന്തായാലും വിശദമായിട്ട് അതിനെക്കുറിച്ച് പ്രാതിനിധ്യം, ഒരു കാര്യം ഓർക്കുക,
ലോകത്തെ ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാമത്തെ രാജ്യമായി മാറി. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. 142 കോടി നമ്മൾ കവിഞ്ഞു. ജനകീയ ആനുപാതികമാണ് സംവരണമെങ്കിൽ ഈ 142 കോടി കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ സമീപനം ഭരണകർത്താക്കളും ഗവൺമെന്റും ഉദ്യോഗ തലത്തിലുമൊക്കെ ഗൗരവമായിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ഒരു നിലപാട്. കാരണം ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നത് സംവരണം ഒരു ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള ഒരു സംവരണം മാത്രമല്ല, ആ ഒരു പ്രാതിനിധ്യം മാത്രമല്ല. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഉദ്യോഗത്തിലും സാമുദായിക സംഘടനകളിലും രാഷ്ട്രീയ കക്ഷികളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും അങ്ങനെ വിവിധ തലങ്ങളിൽ ഈ പറയപ്പെട്ട ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ പ്രാതിനിധ്യം വരുത്തിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സംവരണത്തിന്റെ പ്രസക്തി ഉണ്ടാവുള്ളൂ, ഗുണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് പറയാനുള്ളൊരു കാരണം, ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഒരു വലിയ വാർത്തയുണ്ട്. എല്ലാവരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചർച്ച തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ വിഷയമുള്ളത് കൊണ്ട് മാത്രം അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാം. രാജ്യത്ത് 80 കമ്മ്യൂണിറ്റികൾക്ക് കൂടി സെൻട്രൽ OBC കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ പരിഗണനയിലാണ്. കേന്ദ്ര OBC ലിസ്റ്റില് രാജ്യത്തെ 80 വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും മഹാരാഷ്ട്ര, രാജസ്ഥാൻ, അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിന്റെ ശുപാർശകൾ വന്നിട്ടുണ്ട്. ആ ശുപാർശകൾ അംഗീകരിക്കാനായിട്ട് തയ്യാറാവുകയാണ് എന്നാണ് ദേശീയ OBC കമ്മീഷന്റെ സെക്രട്ടറി, ചെയർമാൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വായിക്കാം. ചെയർപേഴ്സൺ ആണ് ഹൻസ്രാജ് ഗംഗാറാം ആഖിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം പറയുന്നത് 2011 സെൻസസും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഈ 80 വിഭാഗം എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഈ പറയപ്പെട്ട നോർത്ത് ഇന്ത്യൻ പല സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെക്കമെൻഡേഷന്റെ ബേസിലാണ്. അത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള OBC പട്ടികയിലുള്ളതാണ്. അതിന് കേന്ദ്രത്തിലോട്ട് കൊണ്ടുവരുന്നതോട് കൂടി കൂടുതൽ മെച്ചം അവർക്കുണ്ടാകുമെന്നാണ് ഈ ഒരു ചെറിയ നടപടിയായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഹൻസ്രാജ് പറയുന്നത് മണ്ഡൽ കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ ശുപാർശകൾ സംസ്ഥാന സർക്കാരുകളുടെ ശുപാർശകൾ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ 142 കോടി ജനസംഖ്യ കവിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അത് നമ്മൾ KM സീതി സാറിനെ പോലെയുള്ളവർ അത് ഗഹനമായിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. മറ്റൊന്ന്, ഏതൊക്കെ തലത്തില് ഈ പറഞ്ഞ രീതിയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇനിയും ഇതിനുള്ള സാധ്യതയുണ്ട്. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ആ റിപ്പോർട്ടില് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരു സമുദായത്തെയും ഇതിൽ ചേർക്കണമെന്ന് പറഞ്ഞതായി സൂചനയില്ല. അപ്പോ സംഘടിതമായിട്ട് ജനങ്ങളുടെ മുന്നേറ്റവും ജനങ്ങളുടെ അഭിപ്രായവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ ഭരണാധികാരികൾക്ക് സാധിക്കൂ. അതുകൊണ്ട് സമദർശി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിന്റെ യഥാർത്ഥ സമയത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രപരമായ ഒരു നിമിഷമാണ്. ഗഹനമായ സംവരണത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ഭാഗത്തും സംവരണത്തെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് നടക്കണം. അത് നടന്നാൽ മാത്രമേ അഭിപ്രായങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ചും EWS പോലെയുള്ള കോടതിയുടെ വിധി പരിഗണനയിലേക്ക് ഇരിക്കുന്ന സാഹചര്യത്തിൽ തുറന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഒരു മോഡറേറ്റർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ ഉന്നയിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പ്രാതിനിധ്യം ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് കൂടി ആവണം. അപ്പം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി സെമിനാർ ആരംഭിക്കുകയാണ്. ഐ റിക്വസ്റ്റ് former Justice of Madras High Court to inaugurate this seminar and describe. Sir. Dear friends, good evening to all of you.
It's very regret I could not speak in Malayalam. Please permit me to speak in English. And I am told there is no translation, therefore within this short time let me explain what's the issue. During the Karnataka election, the Home Minister of India, Amit Shah, made a statement in North Karnataka. He said that there is no constitutionality in the Muslim reservation. When you read that statement, of course the Karnataka people gave them correctly the reply. They lost very badly. This kind of a communal card never worked. But what is important is that the Home Minister quoting the Constitution. That way we must ask which Constitution they are referring to. Already they are working on a Constitution to replace this Constitution. Few months ago in Kashi, some of the Swamijis belonging to the Hindu order made a conference. They did not discuss Hindu philosophy or Hindu scriptures. They discussed on the Bharatiya Constitution. According to them, that India must have a new constitution, and that constitution will provide for a Hindu Rashtra. What about Muslims and Christians within the constitutional framework? They also said very liberally that the Hindus will be the constitutional part of this. The Christian and Muslims, they can of course live here, do business, they can do education, but they can never have a choice of voting in this country. They will be defranchised. This is a new constitution which they are talking about, and they intend to take this to the people around. Initially everybody thought that this is only an exaggerated notion or a notion which nobody will accept it. But when recently, when the new Parliament House was opened, they had so many pictures all around. One important picture was the picture of India described. This is not a India as it stands today as a political entity. It is the Akhanda Bharat, which is a vision of the Nagpur party. Akhanda Bharat. People are beginning to wonder what kind of a message that the Indian government, a responsible government elected by the people, should tell the world. Now with this you have a Akhanda Bharat. Now everybody thought that you can see and go away, it's only a wish. But then the Bangladesh government has asked for clarification. Does the Indian government really think that they'll annex all the territories around India and they'll become the power of the entire subcontinent? Therefore this group, the group with which the Amit Shah owes loyalty, they speak in two voices, and therefore it's very difficult at which voice they are speaking about. I was also a little happy for the first time person like Amit Shah talking about constitution. It's important that they should speak about the constitution, which as it stands today, before they could think of replacing. It is in that sense, I feel that people must be made to show their loyalty to the constitution. You will all be surprised when the Bangladesh constitution was made some 50 years ago, with the help of some Indian jurists. The constitution has got a provision under Article 7A, which says that if anybody denigrates the Bangladesh constitution, if anybody works against the constitution, if anybody disrespects the constitution, they can be given the highest punishment under the CRPC of Bangladesh. More or less the same CRPC is also there. The highest punishment under their CRPC is the death penalty. Therefore the country almost thinks that the constitution is a sacred document and nobody can show disrespect. But that is not true of our country. We have played the constitution in different ways. We have also made several amendments. We do not consider that as a scripture or a holy book or a Granth Sahib. We have amended it 103 times. Good, bad, ugly, all kinds of amendments are there. But today's topic that has been given to me is the topic under which
the constitution is overridden with social justice concept. Now when we talk about social justice and constitution, we should have some kind of a clarity, we should have a consistency, we should have a constitutional spirit in seeing what is this amendment that they are talking about. Now, when the constitution itself was being framed for the first time, they had a 2.5 years debate, very debate from all quarters, and every amendment, every change that is being proposed has been considered in detail, and Dr. Ambedkar, being a visionary, being the drafting committee chairman, had the obligation to reply to the House as to each amendment. So each word went in for discussion for several days, several weeks, and finally, when the draft was made, Dr. Ambedkar told the House on 26 November 1949, the day we celebrate as a law day for the lawyers. Now the government has set the Constitution Day. Once in a year we remember the Constitution, then forget about the Constitution. It is in that sense, Dr. Ambedkar said that this has been given to you. It's for you to work or to defeat. A success of a Constitution is for the person working on it. If you want to think that it should go, it is also in your hand. We are also aware of the situation that we have got political independence, but we have yet to get economic and social independence in this country. The sooner we get those independence, it's better for this country. Otherwise, this constitution will go into pieces. This is the visionary statement made by him, and people were aware that what is in store for the people, that there is no, it has been accepted that there has been, except for a political independence, that there has been no economic independence in this country. There has been no social emancipation in this country. And therefore, when we talk about social justice, we talk about with this warning that has been administered even before the Constitution was brought into force on 26 January 1950. Now, when you think seriously, when I talk about political independence, now what is this political independence? It has got a long history of sacrifice. It has got a long history of struggle. It has got a long history of people coming together and suffering for a emancipation from a colonial rule. But if you ask a law student, how did we get Constitution? One sentence you can say, in the House of Commons in Britain, the act was passed called India Independence Act 1947. The act said that we are relieving all the plenipotentiary control over the British India. That's how the act proceeds. And therefore, in one sentence you can say, this is how we got Constitution. Now that's a very funny way of saying that we got Constitution because British passed an act giving away the responsibility of managing the India. This is one way of looking at it. But our Constitution under 51A, where there is a fundamental duty which says we shall cherish all the ideals that led to the freedom of this country. If you think that all the ideals that led to the freedom of this country, there are several struggles in this country, there are several sacrifices in this country, and then you still say that in one sentence that we got independence. Now when the new parliament was inaugurated, you have seen the tamasha of the scepter, the golden stick that has been given to him, and our Prime Minister falling prostrate over that small mace. Even now our High Court, all the judges carry that mace. Called in Tamil as Sengol. What is this Sengol? We do not understand. This is a British practice. The British crown has got a mace. Also he's got a Kohinoor crown. I don't know why Modi did not ask for it to put on his head. Whatever the tamasha that went on, one thing is very important. A Madhadipati from Tamil Nadu goes all the way and then they gives it, made by a jeweler in Madras. And then they recreate history. You want to give a mace, a golden scepter, nobody bothers. You can do it. It is also now kept in the parliament. You can go and see that. Every day we are seeing in Madras High Court, all the 65 judges, there is a chowkidar who carries the mace before. And now they appointed a lady chowkidar. So every paper puts a picture. Now a lady carrying a mace. What does it matter? No, it matters nothing.
Every high court has given up that kind of a practice. When I became a judge, I also said it's a very colonial practice. I am not the only judge who protested. And then you have 65 people are wasted only for this. In the morning he'll come, collect the mace, wait in my room. When I go to the court, he'll proceed before me and he will not say silence, he'll say us, because he is not very much formally educated. Now everybody who is the Barada will stand on both sides like the Noah's Ark, which has been described in the Bible. And then everybody goes away, the judge goes and sits on the seat. And then what does that chowkidar do? He puts the mace down and sleeps there till I go back to the chamber again. This is a practice. Do you mean to say in a country like this that we waste the human resource of 65 people, morning to evening only carrying this mace and coming back? And who pays for it? People are paying for it. The very meaningless rituals that we should think of shoving it up. In fact, there was a judge from Madras High Court, Justice Ramasamy. He was transferred to the Punjab and Haryana High Court, having headquarters at Chandigarh. When he went as a Chief Justice, he found there was no mace. So he asked some people, why there is no mace? No, we don't carry this. Then it occurred to him that he should get back this mace. So he ordered from a Madras company called PRR & Sons, 6-7 maces, one for the Chief Justice. Of course, there is no Nandi at the top. There is only a 4-line on the top. Now he ordered 7 maces at a cost of some several lakhs of rupees. All the 7 maces were airlifted to Chandigarh with a cost of 30,000 rupees on a transport. And finally, he told the other judges that we must have a healthy practice of carrying a tradition which we carry in Madras. Therefore, we must carry in Punjab. And you know, Punjab and Haryana judges, they are born in a different tradition. They have seen the war, they have seen the partition, they have seen the actual independence struggle. Therefore, they told the Justice Ramasamy, enough is enough. We do not want to follow any colonial practice. We will not carry this mace before us. They wrote a letter. All the 10 judges wrote a letter. Then Ramasamy wrote a letter back saying, directing all the peons, they must carry this and bring it back. Then the judges wrote a letter to all the peons. Nobody should carry anything. This was a war of words went on. Now why I am saying this was, some of this pompous, ostentatious, a colonial practice, which the judges themselves wrote in the letter, that this is a colonial practice. Not only the judges wrote, later the accountant general went into the accounts and found no procedure was followed for purchase of the mace, and there was no authority to airlift, air cargo. There are trains are going every day. Why airlift? You must give a special reason. They asked for explanation. No explanation was forthcoming. This was one of the charge made against Ramasamy for wasteful expenditure and incurring the public expenditure, and he was sought to be impeached, which Mr. Somasekhar knows. Of course, there was 196 votes against him, 2 votes, none against the resolution. But nevertheless, the motion failed because the Congress made a cunning bit of not attending the parliament. They were present physically, but they did not attend the quorum button, and therefore the motion failed. Because under the Constitution, 2/3 must be present and voting. If they had only pressed the button, Ramasamy would have been removed. One of the charge was wasteful expenditure. Will anybody tell Modi that how that monies are being wasted like this? How is the history is being recreated? And now to justify this, they say the Swamiji went to Mountbatten touched it, and then they brought to Nehru's house, and then Nehru received it, and therefore the power has been transferred. Is this a history? Until such time they found the Hindu edition of 15th August 1947, which carries an advertisement by the Swamiji, not even a news. The Swamijis were standing in front of Nehru's house and gave him, like so many people were giving a lot of gift. That was a very historic day. And therefore everybody was giving gift to the first Prime Minister of this country. And then what about this Mountbatten story? Mountbatten was in Karachi, attending to Pakistan independence. Nobody ever justified all this. Now, in our own eyes, a history which was 75 years old is sought to be recreated and given a new dish. This is how the tradition has been brought. Contrary to what the Constitution says, you must cherish the tradition which won the freedom of this country. You are having people who are robbing
and introducing a false tradition and then say this is what the tradition is all about. Are we all fools to believe all this? Can't we have documents to see all this? And the Madhadipati says there was no photograph those days. But there were photographs, they were standing in Central Railway Station. They were not airlifted like Modi did. He took them in a plane now. And whose money? That is why I am saying, when we talk about social justice, we must think of the Indian Constitution. The Constitution as written, as debated, as accepted, and then implemented over the years, and not what Modi Shah company tried to dish out as a new dish. That is why I said, when Amit Shah said it has got no constitutional sanctity, I was very happy, at least first time they were believing the Constitution. Now the question will be slightly different. In Maharashtra, they are carrying a government which is purchased, a resort government. And now that government says they will bring in Maratha quotation, Maratha reservation. Maratha is a community. Now they passed a resolution, an amendment, which was struck down by the Supreme Court. Now the same government tells the people, we will bring Maratha reservation. Now how is that the BJP is justifying when the Constitution do not provide? When the Supreme Court says this is not possible, and now they say we will bring it, then how is that Modi and Shah tells the Karnataka people that Muslims cannot have a reservation in this country? There are two things. Whether it is justified or not is another thing. Whether it is constitutionally permissible or not, other thing. It is justified because if you see, there was a committee appointed by the Delhi Chief Justice, Rajinder Chachar. The Rajinder Chachar committee has been asked to find out what is the status of the Muslims in this country. A very sizable population, 14% of this country. And then what is there after 72 years? What is it they are up to? Now the committee has produced a very beautiful report which is lying in the government corridors. He said one of the worst affected community today is the Muslim community. The education level of the women of the Muslim community is abysmally low, and therefore he suggested there must be certain amount of affirmative action for uplifting the lot of the Muslims who chose to stay in this country. There was an opportunity they could have gone elsewhere. They didn't go. They felt they are part of India. That's why I was proud that we are having a polyface, a multifaceted country. People talk about unity in diversity. To make that more emphasis on that, we have also said secular democratic republic. And now there is an economic and social justification. And some other states have provided, Tamil Nadu has provided a backward status for the Muslim community. Now this man who is the Home Minister, who is supposed to be behind all the legislation made in the Parliament, he says there is no constitution. Now if that is true, I am asking, how does the AWS quotas come 10% for economically weaker section? Was it provided in the Constitution? Now therefore my theme of today's talk is the 103rd amendment by which 10% quota has been given for economically weaker section. If that is justified, every other reservation can be justified. All that it requires is a constitutional amendment. That's one simple way of seeing it. But if you see the entire debate, if you see the history, if you see the affirmative action that has been made in this country, it has got a different history. In fact, when the amendment was made, when the first time when the draft was made, this reservation was thought about in Article 10, which has now become 15 and 16. When that amendment came in, there was a lot of debate whether it should be caste, class, everything. Finally, the accepted word was backward class. Dr. Ambedkar said we should provide for an affirmative action for the backward class because we are entering into an arena where this country is unequal. There is a community which can withstand for 2000 years, getting every benefit, education benefit, economic superiority, everything is there. There are hundreds and thousands of communities which comprise of chunk of the Indian population, do not have any such benefit. Therefore, it was thought that we will have a backward class. When the word backward class was introduced in the Constitution, there were, of course, members were debating. There is a member from Tamil Nadu, T.T. Krishnamachari. He was a finance minister later. He is also an industrialist. He made a very
derogative remark. If you had to have a backward class without saying what it is, merely backward class, without saying what it is. If you see the Constitution, it has got 397 articles. So many sub-articles are there, sub-clauses are there, so many schedules are there. There's one article where certain words are defined. Certainly, backward class is not defined in that Constitution. So T.T. Krishnamachari told the House that this will become a lawyer's paradise. People tomorrow will litigate ever. This was one of his own, he himself was a lawyer, and a typical South Indian lawyer who made a very derogative remark, saying backward class means more lawyers will fight it out in court, and therefore no use in bringing such a word into the Constitution. Now, Dr. Ambedkar, with his own wisdom, with his own scholarship, he told them that we are not here to stop people from litigating in court. Of course, this Constitution will ever be debated in court. I do mind. Let it be so. If people take to court, that's another way court will answer these questions. And therefore, that backward clause was brought in. From that time onwards, then the litigation for every measure that has been brought in for a social change or a social justice has been started litigating. Now the first battle, as you all know, they started from Madras. From 1920s, the Madras Presidency, which includes Malabar region also, provided for a communal reservation. Out of 6 points, there will be one Brahmin, then there will be 2 backward class, 1 scheduled caste, 1 Indian Christian. There will be 6. It will go each one. Now it will go by rotation. So all public employment were reserved on the basis of a communal GO. It's called communal GO because it provided refer to the community and some religion. There is a Christian, there is a Muslim, and therefore religion also. This was there from 1920, almost 100-year-old. Otherwise, the British thought they will never satisfy the Indian population. You have 80% of the population do not get into the public employment. You have 20% population occupy every seat. The upper caste, the Brahmins, they occupy every post. And therefore, the British Governor General said, we will have a communal GO passed, and communal GO continued to stay. After independence, the newly elected Congress government felt it is not only in employment, we should also think of education. And then it was extended to the medical college and engineering college. Now when this order came in 1949, somebody chose to challenge this. By the time the Constitution come into force, you know the Constitution, I am not want to explain. Article 15 talks about, 16 talks about, that there shall not be any discrimination based on religion, caste, gender, language, area or descent. Now this is one of the very finest clause. Article 15 is really the heart of the Constitution. In fact, 3 years before, a Bollywood film was taken. The title of the film was Article 15. Many of you would have seen. If you have not seen, you can see it in the digital media. Now the director of the film was asked, out of 397 articles, how is that you are talking about 15? Why you put the 15 in your cinema title? He very carefully said that I have seen all the articles in the Constitution. If you see that heart of the Indian Constitution is Article 15. Because 20 centuries earlier, people were never recognized as equal. There were divisions based on religion. There were divisions based on caste. There were divisions based on gender. There were divisions based on areas. There are divisions based on language. And therefore, for the first time, a state declared that there shall not be any discrimination based on all these characters. And therefore, this constitutional protection under Article 15, one of the important protection and one of the landmark. From Manusmriti, we came to a constitutional order. From inequality or inequality, we came to an equality position. Does it mean equal means everybody is equal? That's another question comes. There are no equality in that sense. There is no arithmetical equality. Though we say our desire, our ambition to become equal, it is not the truth. Majority of the people have never gone to school. You have seen the story of Ekaleva. You can't learn.
officially. Indirectly you can learn and you can cast your thumb finger also. And therefore, this Article 15 and 16 for public employment, similar non-discrimination clause was there. And therefore, the first challenge was made to the communal GO by saying that you cannot recruit people for public employment on the basis of caste, because that has been prohibited. Now this was challenged by one lady called Champagam Dorarajan. She claimed that she applied for a medical seat, and by this method she will not get any medical seat because merit has not been the criteria. It was only caste as a criteria. Later it was found out that Champagam Dorarajan never applied for a medical seat at all. But then there are people to litigate, and they had some people to lend their names. The most important thing was who appeared for her. The person who appeared was Alladi Kissameyer, who was the constitutional advisor to the Constitutional Assembly. He appeared for that lady, and Madras High Court held very arithmetical situation. They said caste is prohibited. You can't have a caste-based reservation. Simple. The 80-year history is written off, completely gone. And now this is a situation which is went to, State of Madras went to Supreme Court. Supreme Court also agreed with that. On the same day when the Supreme Court agreed with this Champagam Dorarajan, where educational reservation based on caste cannot be allowed, they also said the same thing will apply to public employment also. Therefore, what was lost was a practice which has been there for nearly 40 years, has been given a go-by, and then people could not think of an affirmative action under the Constitution. And therefore, what happened is people took to the streets. Today the Constitution, when I talk about Constitution, I don't talk about Constitution as a dogmatic document. It's a dynamic document. It gets shaped, not just by the assembly debates or a parliamentary debate. It gets shaped by the people's struggle. And therefore the people of Tamil Nadu protested saying, you cannot withdraw the communal GO, because for the first time, even the upper castes were given some quota. And therefore the others also should have some share of the public employment, the share of a public wealth. And this is the core theme of the Indian Constitution. Now, Pandit Jawaharlal Nehru, the Prime Minister, was first time faced with a constitutional situation, a court striking down a provision which has been there for several years, which has of course benefited many people in that area. And now a first amendment was made to the Constitution, Article 15(4) and 16(4) was made to provide that notwithstanding this declaration of equality, in order to make people to come up in life, there must be some affirmative action, and therefore socially and educationally backward classes, SCBC. SCBC means socially and educationally backward, not economically backward. There was social backwardness and there is economic backwardness. If educational backwardness. If there is no education, it will also lead to social backwardness. If there is social backwardness, they can never get into educational institution. That is why this constitution was amended and it was provided for reservation. Now from that time onward, the word SCBC comprises about two inseparable parts. It is a social backwardness, it is an educational backwardness. Therefore, the indicator is that you are not able to get into the education institution, that your society is not able to come up. And therefore, this reservation was brought in, and that was a victory of the people. The Constitution really answered the queries of the people, the concern of the people. And therefore, 15(4) and 16(4) became part of the constitutional mechanism which provided for an affirmative action. America does not have an affirmative action. They did not have any constitutional clause providing for it. In fact, perhaps ours is the only country which also constitutionally permitted an affirmative action by which socially and educationally backward classes will be brought in. And that became the true equality. You can't have unequals treated as equals and equals treated as unequals. This is a logic. This is the law of the society. Even if you go to any race, horse race, I don't know, Kerala doesn't have a horse race. You have a horse race in Madras, Bangalore, Hyderabad, Kodai, Ooty. If you see the horse race, all the horses will have the same shape.
but then their weights are different. If the weights are different and the jockey who's sitting over the horse, his weight is also calculated. So they'll calculate the weight of the horse, weight of the jockey. And if they do not have the equal weight, they'll put a sandbag on the horse which is lighter one, the thinner one. Now this is called handicap. If you see any handicap, it means that one is not handicapped by their thinness, by their weight. And therefore everybody is brought on the same weight and then they are allowed to run. That's how the horses are run. In a society which is unequal, in a society where millions of people have never been made to come to schools and colleges, in a society where people have been put to cherries and colonies outside the village. Now we want to bring them together. You need some kind of affirmative action. That's how the affirmative action is there. It is in that sense 15.4 and 16.4 continue to stay in this constitution for the last 7 decades. Now some of the judges today do not believe in this. Why I am talking about judiciary? Because it is not what is written in the constitution. It is what the judges say. Constitution is not what is written there. Tomorrow if the judge says black is white, you will have to accept it is white only, not black. That's how the power we have given to the judiciary. Judiciary to review. Now there are some of the judges, there is one judge today in Supreme Court, went from Gujarat, Mr. Pardiwala. He was fourth in the Gujarat hierarchy. He has been now promoted out of turn. They say no, in Supreme Court there is no turn, there is no seniority, only merit counts. We accept what you say. Now he will also become the Chief Justice of India in 2028. How do people are selected? Why do they select this man and not the other man? Why first 3 people have been superseded? Nobody will get answer because all these are kept secret. One of the best secret in the world today is the appointment of judges. And I can tell you under incidents also how this happens. Now with Pardiwala, when he was sitting in Gujarat High Court, there was a case before him. It has got nothing to do with the reservation. But then in his mind, in his thought, the whole thing is occupied. Therefore he want to let it down. He want to let out his steam. He wrote a paragraph. He put all in this country, which has made this country to go backward, the country to go into different units, it's all this reservation. He has said that. And then he also said it has been amended several times to provide for reservation, though the constitutional framers said only for 10 years the reservation will continue. I don't know where he got that. The 10-year reservation was for MLAs and MPs, not for employment. For employment and educational institution, there is a different clause which says that until they are adequately represented, the reservation will be there. I am not saying reservation is the final issue. Reservation is one method, one affirmative action. And then the Constitution itself says until they are adequately represented in all services. Who has to decide? You will have to find out statistics and how much they are reserved. You take a public employment. Take a class 4 post, peons, attenders. There may be a reservation completely satisfied. But take a clerk or take a group 2 officer or a group 1 officer or the IAS officer, district magistrate. They are not adequately represented. They are still there, very, very poorly represented. And therefore, the judge when he wrote in his judgment that it is a shame that the parliament has been amending and amending for more than 7 times. He is talking about the representation in the parliament and assembly and not about this. Perhaps he is wrong. He could not get the facts right. But what he wrote is not part of his order and it is only part of his mind. And how did he able to survive? When this news came in the papers, some of the members of parliament wanted to take an impeachment motion. And already 25 signatures were connected. You need 50 signatures to bring in for an initial motion. And thereafter there will be debate and the judge will be heard. The moment that news came, he made a suo motu announcement that he is cutting this paragraph from his judgment. And then what he wrote was, of course I wrote this, but then I find it is not part of my judgment, not necessary for my judgment. What they call it as a obiter dicta, unwanted portion. A judge writes everything, beautiful poetry, Bhagavad Gita, everything they say. And then even yesterday one judge in Karnataka, in Gujarat, he has said about Bhagavad Gita, how judges should be there. Gita is teaching, all right. Let Gita teach you all the equanimity, nobody says this.
But then, when you write like this, in a portion where it is not required, it speaks your mind, and that is the pick that they have made now. He has been elevated now. Not only elevation in an ordinary sense, he will be the Chief Justice of India for 2 years, from 2028 to 2030. Now people are selected to monitor this institution, and therefore it is all the more necessary. Every citizen in this country must know what is constitution. It is not a job should be left to the judges. It's a job every citizen must decide that this is the constitution I am asking for. No other constitution. I will not allow you to touch this constitution. So they are most important today, when you talk about social justice, you should also talk about how this is guaranteed by the constitution, how it is important to retain this constitution, how nobody can allow to touch this constitution. Now this is most important. That social justice cannot be divorced from the constitutional objective that has been there and the constitutional practice that has gone for the last 7 decades. That should be understood today. And when this SCBC, the two twin test, now this is they litigated forever. As I mentioned, they did not use the word caste, they used the word class. Now how does one justify this class and caste? The entire understanding of social justice will be seen. What do you mean by caste? What do you mean by class? The word class is not defined in the constitution. The caste itself, in 12 places it comes in the constitution referring to scheduled caste, not otherwise. The word caste is not defined. The word class is not defined. In fact, no philosopher, no social anthropologist, no sociologist ever understood what is caste in this country. There is no law prescribing a caste. Then how do people say the caste comes from the birth? How does anybody say that you carry from the birth? And then what happens if two different communities get married and there is a child? If you look at the Manu, if an upper caste marries a lower caste and there is a child, a judge of the Madras High Court who came here, Mr. Subhashan Reddy, he as a Chief Justice of Madras High Court was arguing a case on reservation. He asked me, what happened to the person who are born on intercaste marriage? What is their status? As if he doesn't know. He must have known by now. Then I told him, Manu says they are chandalas. Then how do you justify this? That your caste comes from birth, and if you go cut across the caste, then the person becomes untouchable. Now where do you get this? Today there are people who try to praise Manu. There are people who try to say Manu Smriti is everything. In fact, 1 week before, a girl was raped and she was conceived because of the rape, the forcible sex. And almost it was 3 months, 94 days. They moved the court saying that we want to abort this child, unwanted child. Then the judge said, no, we will find out. No, they said she's a minor girl. How can she carry this baby? And it's not good for the baby also. At that time, the judge told the lawyer, have you read Manusmriti? Then he said, no sir, go and read. There were child marriages. A girl child of 13 years is married those days. And within 14, 15 years she is conceived. All this part of our tradition. Now this is what Manu comes in a different form. Not from a constitutional form, from the constitutional appointees form. He comes and tells in the open court. It is a matter of record that read Manu. We have abolished child marriages long ago. Even during British period it was abolished. Only the case was, what is the age? Today we have gone far away. Nobody supports child marriages. And now you support a child rape. Another judge from Allahabad, he asked that man who raped the girl, will you marry this woman? And that man, without battling his eyelid, he tells the court, no, she is Mangalik. Mangalik in our language means, Mangal means Sevai, Tuesday, Chavai Dosham. That means she is not capable of getting married because that Dosham is there. And then the judge doesn't ask any other question. He passes an order. What is the order he has passed? We are hereby requesting the Lucknow University, head of the Department of Astrology, to examine the horoscope of this woman and find out whether she is Mangalik or not. She is having dosham or not, and submit the report within 5 days. For what purpose?
whether the rapist is telling truth or not. The rapist says, I will not marry because she is having dosham. And the judge wants to find out from the astrology department whether that woman has got a dosham or not. Where are we going? People who have been appointed to institute, examine and uphold this constitution. On the day when we take office, we say we shall uphold the constitution without fear or favor, without ill will. We'll uphold the constitution. To the best of my knowledge. If the knowledge comes from Manusmriti, that is the question. Do you think that Manusmriti is ruling this country or the Constitution of India under which you have taken office? This is the most important question. Now yesterday, that Gujarat judge, Mr. Dave, somebody said, sir, you are speaking loudly. All the papers are all watching. All the media will write about you tomorrow on this. For that he says, I have learned from Bhagavad Gita how to be, not to be bothered about all this public criticism. I do believe in this concept. Now this is the kind of judges we have. We have a judge in Madurai High Court. Today I am, though deviating from social justice, you must also understand this social justice is now entrusted to the judges to implement. And therefore what kind of a judges are sitting there is also important. And this Justice Swaminathan, not in a judgment, he goes and addresses RSS lawyers, not here, in Kurukshetra, Haryana. He tells those lawyers, I have stopped reading Salman jurisprudence. Our Ramayana has got enough examples. And now we should win over a new Bharatiya jurisprudence. Now where do you get this? Now suddenly you forget the constitution. Then he comes and writes an order, some other order, no connection at all. He writes that as long as in India the population ratio of 1947 is not maintained, this constitution will go into bid-set. Our constitution will continue until this population ratio also continues. Where does he get this? This population index comes into the constitution. The constitution itself says, we the people of India give ourselves this constitution. We the people of India includes everybody in this country. Starting from the Hindu majority to the minority Parsis who are only in the less than a crore in this country, less than 1% in this country. Now we the people of India, now you say that this ratio changes, constitution will also go. Therefore what you get from the RSS headquarters, from the BJP headquarters, from all the ministers of the Saffron party, and to the judges now, they speak in one voice. The voice is that this constitution is no longer useful. It is in that sense I come to this point. When the class are class, caste are class, this is a debate. The Supreme Court consistently said it is a class and not the caste. Unless you prove somebody is socially backward, unless you prove they are also educationally backward, there is no reservation. Up to Vasant Kumar case in 1985, this was the law. The Supreme Court continuously said even the judgment in Champakam Thurrajan was wrong because there was an Article 46 which enabled the Parliament to make laws to bring reservation. That was overruled. The judgment which everybody says about caste is overruled now. Now when it comes to this situation, there is another question comes, the Mandal Commission. Many of you may know, because by the time you would have born, in 1990, when VP Singh government felt that apart from the scheduled caste, there is also the OBCs, the other backward classes, who also require a similar protection, a similar affirmative action. What is the basis? They look into the Mandal report which has been lying in dust, not cared for over the years, and nobody wanted to deal with the issue. It is an emotive issue, and therefore the Mandal Commission was implemented by Mr. VP Singh, and there were riots. This again, you will see the double standards of BJP. The riots were created by the BJP, the predecessor of the BJP. Now what do they say? That reservation is against merit and therefore no reservation. It should be only on merit basis. Meritocracy or reservation. This is the issue that they were taking. And now they went to the streets. On that day when the cases were going on in Supreme Court, I was appearing for the Uttar Pradesh government in that case.
Indian Express wrote an editorial, take to the streets. Have you ever seen a newspaper telling the people go to the streets? The matter was heard by the court, not by one judge or two judges. 5 judges are hearing this case. And then later it was sent to 7 judges bench. Now Indian Express write an order, take to the streets. And there was some self-immolation. Some 1 or 2 people who died due to police beating. The entire North India was in flames. On what issue? You cannot have reservation for the backward class. And finally, in the Indira Sahni's case, the Supreme Court spoke in a single voice. There was no dissent that this reservation is constitutionally permissible. That's how they said. They also said a reservation cannot exceed 50%. That's also they have said that. These two are important issues, that OBCs can have reservation similar to that of scheduled caste, and that any reservation altogether put together cannot exceed 50%. These are 2 things. In the very same judgment, at least 3 judges wrote that under no cost, economic criteria can be the basis for reservation. It is there in black and white. It is there, a majority judgment have said that you cannot bring in economic criteria for reservation because the Constitution talked about a social backwardness and an educational backwardness, and not isolated. It should be a twin factor. It should be equally present. Then how did the Mandal answer this question? Mandal put a 24 indices, 12 for social backwardness, 12 for educational backwardness, and then every village, every community is analyzed on these 24 indices. If any community exceeds 12 indices, then it is qualified for reservation. The question came, can caste be a factor for a backward class? The Supreme Court also said, if a caste answers all these criteria, then it could be taken as a single criteria, and then the caste can, at times can become a class. When does the caste become class? If it answers this criteria for social, educational backwardness, a whole caste. At the same time, they have also said, this cannot go on indefinitely. From time to time, you will have a review. So we come to one situation that it should be a twin test, and there must be a social backwardness, there must be educational backwardness. This has been the practice over the years. Now suddenly one day, they wake up. Now why not we talk about economically poor? In between you will see one more development. Article 21A under the Constitution has been introduced as a fundamental right. Right to education. How does right to education come in? Up to 14 years, you are entitled for a universal, compulsory, free education. This was a constitutional right created in 1999. And BJP says that I am responsible for this amendment. All right. Now when does the act comes in? You write in the Constitution, the state shall provide a right. State shall provide. Provide means what it means. Now they bring an act in 2009, a compulsory education act. That was challenged by some of the private managers because they could not make a profit. They could not allow this 25% reservation. Therefore they challenged. Matter comes to the Supreme Court. Supreme Court says that the state obligation to provide education need not be done by the state itself. The word provide means it can be provided by other agencies. What are the other agencies? The private institution. How does the private institution come in? They will reserve 25% for economically poor people. And that money will be paid by the government. That is what you can't run directly. You can run by indirectly. So this is a very funny interpretation because we are now saying the state should provide a free education. Now the state goes away and then makes some private parties. And then who gives money? Very same state is giving. What they should do directly, they want to do it indirectly. Now what is the difficulty of private people doing? Many of you know how difficult to get a job in the 25%. In fact, when the first time, when this judgment, after this judgment in Madras, one principal had the audacity to write the parents. There are such principals are there in the school. She wrote to all the parents, dear parents, from tomorrow onwards your child will be sitting next to your servant child. This kind of a class approach we have. That this quota meant for the poor people in the advanced institution, in the institution which are known to be a bigger institution. Now you say they will be sitting next to your servant. Nowhere you will find this. Now on top of this, Supreme Court says
the state need not be establishing this institution, and they should have a provide means, it can provide by other means. Very, very straining the language. Why I am bringing this was, there was a golden opportunity. You know, in America, all the educational institutions are free up to school stage. They even feed the child during the afternoon. You need not pack the food. They have a sleeping time, they have a feeding time, and then they have an assessment. And then every local body runs the school. They pay the teachers. And then one of the finest education you get that. Though it's a private enterprise, but so far education gets in free. Now we have an opportunity that the state should provide. Why I am emphasizing on the state was, after this economic weaker section, this 10% reservation by an amendment was brought in by the Modi government. One of the prominent scheduled caste leader in Madras, Tirumavalavan, one of the larger party in Tamil Nadu, he was asked in a television interview, "Sir, are you opposing reservation for poor people?" He said, "Certainly I will never oppose. But I want to know one thing, that if the state provides education and health free of cost, there is no need for any reservation in this country at all. Let them provide. Why we should be asked for reservation? Only because the kitty is small, only because the bread is small, we don't have enough share, and therefore there is certain amount of regulation. If everybody is assured of education, we do not want reservation." This is what he has said, and he means what he said is almost true. The state abdicates its function and then goes away from education to so many other factors. And this is what's important. If you just see this to an example to America, we have lost an opportunity. We have lost a golden opportunity to interpret that the state shall provide. The result was we have a different education institution. For the rich, for the not so rich, then you have municipal school. Of course, state government is now improving. The buildings are very good here. The government schools are there. But then there are people who go to every other different schools are there and different costs are there. Today I saw an advertisement for a KG section. 1.5 lakhs is a fee. When the Constitution talks about a free compulsory universal education, where do we go? We have a different standard. There are people who study in public school. In America, public school means government school. In our country, public school means private school. There's a Mayo College in Ajmer. There's a Scindia College where Rahul Gandhi's father studied and his brother Sanjay Gandhi studied. I was invited. I was studied in a aided school meant for poor people. After I became a judge, they invited me to attend the alumni function, saying, "Illustrious alumni." I don't know what illustrious, just because I'm a High Court judge. They thought he's the only High Court judge from the school, therefore they invited me. Then they asked me to speak. I said that if everybody studies in Mayo College in Ajmer and Scindia College, you can become prime ministers, you can become other ministers. Who will become citizens of this country? It is this poor schools who produce citizens for this country. In a democracy, we need citizens. And then in interpreting this Article 21A, Supreme Court puts a rider saying it is not the state responsibility. For a contrast, if you see in America, in 1965, they found there are black schools and there are white schools. According to the neighborhood, this neighborhood, blacks are there, therefore they sent them to that school. The other neighborhood, there are white schools. They were finding the American Civil Liberty Activists found that this system provides for a black school and a white school, and therefore there are two Americas, whereas America is only one. There is only one American Constitution, where it says all men are equal. Even today it says all men are equal. Men includes women. That came later. It's only by contextual meaning. The Civil Liberty Activists filed a case saying you cannot have a color schools. You must have a mixed school. For the first time, American Supreme Court entertained a public interest litigation in 1965 and issued a very beautiful judgment. Brown versus Board of Education. You can see, you can Google this judgment. For the first time, American Supreme Court said, we are a single country governed by a single constitution. We cannot allow color schools. You must have a mixed school because we are color blind. How do you make it operational? Then they said we can bring buses because this boy will have to go there and that boy. The black parents opposed it. The white parents opposed it, saying my children will get affected. They'll be mugged by the white boys.
they'll be mugged by the black boys. So sensing the mood of the parents, the American president, he said, told the judges that I will not implement this order. Then the judges wrote an order. If the US president do not obey our order, we will call the army to implement our order. And then the judgment was implemented. This is called as a bus case. For the first time, buses were introduced so that the children get compulsorily mixed up. So we have a united America. The result was you will find Barack Obama getting elected 2 times president of the American country. It never happened in this country. Though we have Adivasis, though we have, these are all token representation. They were not elected. They were elected by the ruling party. Whereas Obama was elected by the people of America. And there is no black America, there is no white America. There is only one America. Whereas we have not one India. We have a poorer children, then not so poorer, then not so little richer, then we have richer people. We have like a supermarket, like a hypermarket, we have categories. And then our Indian Supreme Court said, provide means not provide by yourself, provide by other agents. This is how we slip away from the constitutional goal of having one India. And that is how, using this opportunity, on the one hand, you do not want to implement this free education. On the other hand, you say, we will support the poor people by bringing economically weaker section. Who is the economically weaker section? A parent who draws not more than 8 lakh rupees. He will be an economically weaker section. Then how do you arrive at this 10%? No data. They never showed any data to the Supreme Court. This was challenged, saying this is a constitutional fraud. Article 103, you are now bringing a new category which is never contemplated. Socially and educationally backward is different from economically poor. Now they have provided for economically poor. Somebody is asking the question, is it wrong? Is wrong or right is not the issue. Question is whether you are committing a constitutional fraud in this country. If it is a fraud, you should call it as a fraud. It may benefit some people. I don't think the same people who argued on merit in 1990, I want to look for them. Because today if you see the cutoff mark, the last cutoff mark is EWS category. Then where does your merit go in? Now how do you arrive at this 10%? If your population is 3% or 4%, where does you get 10%? Now how does Amit Shah say that reservation for Muslim is a fraud of the constitution? I am now saying this EWS quota is a fraud of the constitution. If you think by a constitutional amendment, you can support the poor people of this country, the so-called poor, then you can also support the Muslims. Therefore you are speaking in a forked tongue. You are speaking in a double voice. Now what is said that caste cannot be a criteria, today caste is the only criteria. Because in all other criteria, in all other reservations, you got to have data, you got to have solid statistics to say that they are socially and economically poor, educationally poor. Now for saying somebody is educationally poor or economically poor, EWS, you don't need any data, only income criteria. Now income criteria, who is there? Very, very curiously, the Supreme Court asked the question, why is that in the 10%, other reserve category you are not bringing? I am a scheduled caste. My father income is less than 8 lakhs. Why not you put me there? No. Hitherto reserved communities cannot get 10%. Then who is this 10%? Hitherto no other reservation is given them. Then who are these hitherto no other reservation? It is purely the upper caste in this country. They were able to manipulate the government to get a reservation in their favor. And 10% is a quota. When Supreme Court asked where is the data, they were not able to furnish any data. And therefore, I will only submit that what is argued against caste and then what is emphasized was a class. Today, it is no longer a class. It is a caste, it is the upper caste, and it is a fraud of the constitution. Unless you understand that the social justice in this country, instead of providing for relief as contemplated in the original constitution, we are now deviating and going to a different direction. You just simply say that everybody will get reservation in this country. Then nobody will speak on the reservation. Nobody will speak on merit. Now in any bank examination, the last category is the EWS category. If according to you that you enjoyed the fruit of all these years, you enjoyed the advantage of all these years of being an upper caste,
then why do you show poor response in this country? Now, this is something which we should seriously think and then consider. And it is in that sense that we should try to uphold the original constitutional value and cannot allow people of Modi Shah company to dilute these standards and then allow what is prohibited now to come through a back door. And thank you. പ്രിയമുള്ളവരെ, സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇനി നമുക്ക് അഡ്വക്കേറ്റ് സോമപ്രസാദിൻ്റെയും ഡോക്ടർ KM സീതയും പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ജസ്റ്റിസ് K. ചന്ദ്രു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രകാശനമുണ്ട്. വളരെ ചുരുങ്ങിയ നേരം കൊണ്ടത് നമുക്ക് ചെയ്യാം. അംബേദ്കറുടെ വെളിച്ചത്തിൽ എൻ്റെ വിധി പ്രസ്താവങ്ങൾ എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അംബേദ്കർ ഒളിയിൽ എൻ തീർപ്പുകൾ എന്ന തമിഴ് പുസ്തകത്തിൻ്റെ പരിഭാഷയാണിത്. പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് KS വെങ്കടാചലമാണ്. അദ്ദേഹം ഈ വേദിയിലുണ്ട്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട PN ഗോപികൃഷ്ണനാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് രജനി പാലപ്പറമ്പിലാണ്. പുസ്തകത്തിൻ്റെ ഒരു രചയിതാവ് കൂടിയാണ് രജനി. 180 രൂപ വിലയുള്ള ഈ പുസ്തകം 150 രൂപയ്ക്ക് നമ്മളുടെ ഈ പരിപാടി സ്ഥലത്ത് ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിസിന്റെ പ്രസംഗം ഒരു ചുരുങ്ങിയ സമയത്തേക്ക് പരിഭാഷപ്പെടുത്തും. അത് പരിഭാഷ തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ PK വേണുഗോപാലാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം അതുണ്ടായിരിക്കും. മിസ്റ്റർ വേണു, ജസ്റ്റിസിന്റെ പ്രസംഗം ഒരു ഹ്രസ്വമായ സമയത്തിനുള്ളിൽ ശ്രീ വേണു നിർവഹിക്കും. അതിനുശേഷം മറ്റുള്ളവരിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ ജസ്റ്റിസിന്റെ പ്രസംഗത്തിന് ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമാണ് എനിക്കുള്ളത്. ഞാൻ എഴുതി വെച്ചേക്കുന്നത് എങ്ങനെ ചുരുക്കാം എന്നുള്ള കാര്യം ഞാൻ ശ്രമിക്കാം. എന്നാലും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പോയിന്റ്സൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഇത്തിരി നീണ്ടുപോയോ എന്നാണ് എൻ്റെ സംശയം. കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ പറയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകേണ്ട ആവശ്യമില്ലെന്നും അത് ഭരണഘടനാനുസൃതമായ ഒന്നല്ല എന്നുമാണ്. കർണാടകത്തിലെ ജനങ്ങൾ അമിത്ഷായുടെ ഈ പരാമർശത്തിന് വേണ്ട മറുപടി നൽകിയത് നമുക്കറിയാം. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പകരം മറ്റൊരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ശ്രമം അവർ വളരെ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തയിടയ്ക്ക് ചില സന്യാസിമാർ ചേർന്ന് ഒരു ഭരണഘടനയുടെ കരട് ഉണ്ടാക്കുക പോലും ചെയ്തിട്ടുണ്ട്. ആ കരട് പ്രകാരം ഹിന്ദുക്കൾക്ക് മാത്രമാണ് വോട്ടവകാശം അനുവദിച്ചിട്ടുള്ളത്. ഇത് വെറുതെ ഒരു തമാശയായിട്ട് പറയുന്നതായിട്ടാണ് പലരും കരുതിയിരുന്നതെങ്കിലും പുതിയ പാർലമെന്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ കാണുന്ന ആളുകൾക്ക് അത് തമാശയല്ല എന്ന് ബോധ്യപ്പെടും. അഖണ്ഡ ഭാരതത്തെ സംബന്ധിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളുടെ ചിത്രണ രൂപങ്ങൾ അതിനകത്ത് കാണാം. ഈ അഖണ്ഡ ഭാരത സങ്കല്പത്തിനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ചോദ്യം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത അവർ ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് ഭരണഘടന 50 കൊല്ലം മുമ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ഇന്ത്യയിലെ നിയമവിദഗ്ധന്മാരുടെ കൂടി ഉപദേശങ്ങൾ അവർ തേടുകയുണ്ടായി എന്ന് നമുക്കറിയാം. അവരവിടുത്തെ CRPC ഒക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലുള്ള നിയമവിദഗ്ധന്മാരുടെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ്.
ഭരണഘടന എന്നത് എല്ലാ കാലത്തേക്കും നിലനിൽക്കാനുള്ള മതപരമായ ഒരു രചനയോ അത്തരത്തിലുള്ള ഒരു സ്ക്രിപ്ചർ അല്ല. നേരെമറിച്ച് അതങ്ങനത്തെ വിശുദ്ധമായൊരു സംഗതിയല്ല. ആവശ്യാനുസരണം മാറ്റം വരുത്താനുള്ള, ഭേദഗതി ചെയ്യാനുള്ള അവസരങ്ങൾ അതിനകത്തുണ്ട്. സാമൂഹ്യ നീതിയെപ്പറ്റി നമ്മുടെ ഭരണഘടന വളരെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അംബേദ്കർ ഇതേ സംബന്ധിച്ച്, ഈ സാമൂഹ്യ നീതിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിശദമായ ഓരോ വാക്കുകളും, ഇന്ത്യയിലെ ഭരണഘടന ഓരോ വാക്കുകളും വിശദമായ ചർച്ചകൾക്ക് ശേഷം രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഭരണഘടന ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരായി ശരിയായ സാമൂഹ്യ ബോധമുള്ള ആളുകൾ ഉണ്ടാവണമെന്നുള്ള കാര്യം അംബേദ്കർ ഊന്നി പറഞ്ഞിരുന്നു. അതല്ലാതെ പോയതിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം സമരങ്ങളുടെ ദീർഘമായൊരു ചരിത്രത്തിൽ നിന്ന് ആവിർഭവിച്ചതാണ് എന്നും അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായ മൂല്യങ്ങൾ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് എന്നും ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെങ്കോലിനെ സംബന്ധിച്ച് സമീപകാലത്തുണ്ടായ ഒരു സംഗതി നമുക്കറിയാം. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില ഹിന്ദു സന്യാസിമാർ അവിടെ പോയി പ്രധാനമന്ത്രിക്ക് ചെങ്കോല് കൊടുത്തത് നിങ്ങൾക്കറിയാം. പക്ഷേ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മദ്രാസിൽ നിന്നിറങ്ങുന്ന ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച സന്യാസിമാർ കൊടുത്ത ഒരു പരസ്യത്തിൻ്റെ പടം വെച്ചുകൊണ്ടാണ് അവർ അതിന് ആധികാരികത അവകാശപ്പെടുന്നത്. ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സ്വാമിമാരുടെ ചിത്രമാണ്. അല്ലാതെ മോദി അവകാശപ്പെടുന്നത് പോലെ അവർ പ്രത്യേക ചാർട്ടർ ചെയ്ത വിമാനത്തിലായിരുന്നില്ല അന്നത്തെ പുരോഹിതന്മാർ അവിടെ പോവുകയുണ്ടായത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഹരിയാനയിലെ ജഡ്ജിയായി പോയ ജസ്റ്റിസ് രാമസ്വാമിയുടെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മദ്രാശി ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ പല കോടതികളിൽ നിന്ന് നിലനിൽക്കുന്ന കൊളോണിയൽ ആചാരങ്ങൾ, കൊളോണിയൽ പ്രാക്ടീസസിന് എതിരായി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജസ്റ്റിസ് രാമസ്വാമി എടുത്ത ചില തീരുമാനങ്ങളുടെ കാര്യവും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിശദീകരണ കത്ത് ലഭിച്ചതിൻ്റെ കാര്യവും ഇംപീച്ച്മെന്റിനെ നേരിടേണ്ടി വന്ന കാര്യവും ഒക്കെ അദ്ദേഹം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് ചരിത്രത്തിനെ പുനർനിർമ്മിക്കുന്നതിനും തിരുത്തി എഴുതുന്നതിനും ഈ ചരിത്രത്തിന്റെ ദുർവ്യാഖ്യാനങ്ങൾ പുതിയ പാത്രങ്ങളിൽ വിളമ്പുന്നതിനുമാണ് ഇന്ന് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണയാണ് പ്രചരിപ്പിക്കുന്നത്. ഭരണഘടന സാമൂഹ്യ നീതിയെപ്പറ്റി ശരിയായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് മഹാരാഷ്ട്രയിൽ പണം കൊടുത്ത് രൂപപ്പെടുത്തിയിട്ടുള്ള പുതിയ സർക്കാർ മറാത്തകൾക്ക് സംവരണം കൊണ്ടുവരുന്നതിന് വേണ്ടി പുതിയ വ്യവസ്ഥ വാഗ്ദാനം ചെയ്യുകയും നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നീക്കമാണ്. മുസ്ലിങ്ങളുടെ സംവരണത്തെ സംബന്ധിച്ച് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മീഷൻ, അത് കോടതി നിയോഗിക്കേണ്ടതായ കമ്മീഷനാണ്. ഈ കമ്മീഷൻ മുസ്ലിങ്ങളുടെ ജീവിതാവസ്ഥയെപ്പറ്റി പഠിക്കുകയും അവർ നടത്തിയ വളരെ ആധികാരികമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, സ്ത്രീകളുടെ സാമൂഹ്യ അവസ്ഥയുടെ കാര്യത്തിലൊക്കെ മോശം നിലയിൽ കഴിയുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് രജീന്ദർ കമ്മീഷൻ അവർക്ക് നൽകേണ്ടിയിരിക്കുന്ന സംവരണത്തെ സംബന്ധിച്ച ശുപാർശകൾ മുന്നോട്ട് വയ്ക്കേണ്ടായത്. അതേസമയം ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയുടെ പദവിയിലിരിക്കുന്നയാൾക്ക് ഭരണഘടനയെ സംബന്ധിച്ചുള്ള ജ്ഞാനം തുച്ഛമാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളും ചെയ്തികളും ബോധ്യപ്പെടുത്തുന്നുണ്ട്. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊണ്ടുവരാനുള്ള വ്യവസ്ഥയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന സംസാരിക്കുന്നത് ബാക്ക്വേർഡ് ക്ലാസസിനെ സംബന്ധിച്ചാണ്, പിന്നാക്ക വിഭാഗങ്ങളെ സംബന്ധിച്ചാണ്. ഇത് അംബേദ്കർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പദവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഇതേ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടക്കുകയുണ്ടായി. പിന്നോക്ക വിഭാഗം എന്നതിന് വളരെ ഖണ്ഡിതമായൊരു നിർവചനം മുന്നോട്ട് വയ്ക്കപ്പെടുകയുണ്ടായിട്ടില്ല. ആ കാലത്ത് ഇതേ സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ പിൽക്കാലത്ത് ധനകാര്യമന്ത്രിയായ ടി കൃഷ്ണമാചാരി ഒരു തർക്കം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ നിർവചിക്കപ്പെടാത്തൊരു പദം നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ നിർവചനത്തെ സംബന്ധിച്ച് വളരെയേറെ ലിറ്റിഗേഷൻസ്, കേസുകൾ, കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും അത് കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കും എന്നും അന്ന് ടി കൃഷ്ണമാചാരി പറയേണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അന്ന് അംബേദ്കർ മറുപടി പറഞ്ഞത് ജനങ്ങൾ കോടതിയിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ്. ഇതുപോലെ ലിറ്റിഗേഷൻസ്, നിയമവ്യവഹാരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ്. ഇത്തരം നടപടികൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 20% വരുന്ന ഒരു പ്രത്യേക വരേണ്യ വിഭാഗമാണ് ഈ രാജ്യത്തിന്റെ അധികാരവും പദവിയും ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ബാക്ക്വേർഡ് ക്ലാസസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരിഗണന നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നത്.
അപ്പോ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഹൃദയസ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന 15-ാം വകുപ്പ്. ഈ പേരിൽ ഒരു സിനിമയുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ആ സിനിമയ്ക്ക് ഇങ്ങനൊരു പേര് കൊടുത്തതിനെ സംബന്ധിച്ച സംവിധായകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയേണ്ടായിട്ടുള്ളത്, ഇന്ത്യയുടെ മനുസ്മൃതിയുടെ ചരിത്രത്തിൽ നിന്ന് ഈ ഒരു രാജ്യത്തിന്റെ ചരിത്രം നൈതിക ബോധത്തിന് ഒരു വിച്ഛേദനം നൽകുന്ന ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 15 എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ആർട്ടിക്കിൾ 16 ഇതുപോലെ തന്നെയാണുള്ളത്. ഇത് സാമൂഹ്യ നീതിയുടെ കാര്യത്തിലും തൊഴിലിന്റെ കാര്യത്തിലുമുള്ള പബ്ലിക് തൊഴിലിനെ പൊതു തൊഴിലിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലുമുള്ള സമത്വത്തെ ഉറപ്പു നൽകുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 15-ഉം അതിനകത്ത് ആർട്ടിക്കിൾ 15, 4, 16, 4 തുടങ്ങിയ സംഗതികൾ ഇത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾക്ക് പിന്നീട് ഭേദഗതി ചെയ്യപ്പെടുകയും ശരിയായ അടിസ്ഥാനത്തിൽ അതിനെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് സംവരണം നൽകുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കേസിന്റെ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത് ചെമ്പകം തുരൈരാജ് നടത്തിയ ഒരു കേസിന്റെ കാര്യമാണ്. അതിൽ അവർക്ക് വേണ്ടി അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് കോടതിയിൽ ഹാജരാവുകയുണ്ടായത് എന്ന് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഭരണഘടനാപരമായി ഇത്തരത്തിലുള്ള അഫർമേറ്റീവ് ആക്ഷൻ, ധനാത്മകമായ നടപടികൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഇതര ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള ഒരു സവിശേഷതയാണെന്നും ഉയർത്തിപ്പിടിക്കപ്പെടേണ്ടതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അടുത്ത കാലത്ത് ഈ സംവരണവുമായി ബന്ധപ്പെട്ടു വന്ന സുപ്രീം കോടതി കേസുകളും അതിന്റെ വിധിന്യായത്തെയും സംബന്ധിച്ച് പറയുമ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് പർദിവാലയുടെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജസ്റ്റിസ് പർദിവാല തന്റെ വിധിവാചകത്തിനകത്ത് സംവരണം ഉദ്ദേശിക്കപ്പെട്ടത് 10 വർഷത്തേക്ക് മാത്രമാണ് എന്ന് പരാമർശം നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് ജസ്റ്റിസ് അത്ഭുതപ്പെടുന്നുണ്ട് ജസ്റ്റിസ് ചന്ദ്രു. അപ്പൊ വാസ്തവത്തിൽ അത് നിയമനിർമ്മാണ സഭകളിലേക്കുള്ള സംവരണത്തിന്റെ കാര്യത്തിലാണ് 10 വർഷത്തിന്റെ കാര്യം പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെയോ തൊഴിലിന്റെയോ മറ്റ് പദവികളുടെയോ കാര്യത്തിലുള്ള സംവരണമല്ല. ഇതേ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ പിന്നീട് ഉയർന്നു വന്നപ്പോൾ ജസ്റ്റിസ് പർദിവാലയ്ക്കെതിരായി ഇംപീച്ച്മെന്റ് ഭീഷണി വരെ ഉയർന്നു വന്നപ്പോൾ ഈ ബന്ധപ്പെട്ട വാചകം തന്റെ വിധിന്യായത്തിൽ നിന്ന് വെട്ടിമാറ്റുകയാണ് പർദിവാല ചെയ്യുകയുണ്ടായത്. അത് വാസ്തവത്തിൽ എത്രത്തോളം അപലപനീയമായ ഒരു സംഗതിയാണ് അത് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. തന്റെ വിധിയിൽ നിന്ന് അത് അൺവാണ്ടഡ് പോർഷൻ, അനഭിലഷണീയമായ ഒരു ഭാഗമാണ് എന്ന പേരിൽ അദ്ദേഹം അത് മാറ്റാനൊരു ശ്രമം നടത്തുകയുണ്ടായി. വാസ്തവത്തിൽ ജഡ്ജിയുടെ വിധിവാചകത്തിലുള്ള ഈ വാക്കുകൾ ജഡ്ജിയുടെ മനോഭാവത്തിനെയാണ് വെളിപ്പെടുത്തുന്നത് എന്നും അതെങ്ങനെയാണ് സാമൂഹ്യനീതിക്ക് വിരുദ്ധമായിരിക്കുന്നത് എന്നും ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാ പൗരന്മാരും ഭരണഘടന എന്താണ് എന്ന് അറിയുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിന് ഇടയിൽ ഒരു 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. നാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഈ ഭരണകൂടവും വ്യവസ്ഥയും നമ്മുടെ സമൂഹത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഭഗവത്ഗീതയും രാമായണവും മനുസ്മൃതിയും ഉദ്ധരിച്ചുകൊണ്ട് വിധിവാചകങ്ങൾ പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരാണ് നമ്മുടെ നീതിപീഠങ്ങളിൽ ഇരിക്കുന്നത്. അവര് ഇതിനെ സംബന്ധിച്ച് ഉദാഹരണത്തിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, 2 വ്യത്യസ്ത ജാതികളിൽ നിന്ന് വിവാഹം കഴിച്ച ആളുകൾക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് സംവരണത്തിന് അവകാശമുണ്ടോ എന്ന ചോദ്യം കോടതിക്ക് മുമ്പിൽ വരുമ്പോൾ കോടതി പറയുന്നത് മനുസ്മൃതിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് 2 വ്യത്യസ്ത ജാതിക്കാരുടെ സങ്കര സന്തതിയായ ഈ കുഞ്ഞ് ചണ്ടാലനായി പരിഗണിക്കപ്പെടണം എന്നാണ് ഒരു ജഡ്ജി വിധി എഴുതുന്നത്. ശൈശവ വിവാഹങ്ങളെ ന്യായീകരിക്കുന്ന മനുസ്മൃതിയെ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ന്യായീകരിക്കാനാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അലഹബാദ് ഹൈക്കോടതി അടുത്ത കാലത്ത് ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ കാര്യത്തിൽ ചൊവ്വാദോഷമുണ്ടോ ആ കുട്ടിക്ക് എന്നറിയാനായി ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ ജ്യോതിഷ പഠന വകുപ്പിന്റെ തലവന് ഈ കേസ് റെഫർ ചെയ്തതിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിനെ ഇത്തരത്തിലുള്ള ജുഡീഷ്യറിയുടെ മണ്ഡലത്തിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള വ്യതിചലനങ്ങൾ, ഭരണഘടനാ വിരുദ്ധമായ വ്യതിചലനങ്ങൾ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത് എന്ന് അദ്ദേഹം അതിശയം കൂടുകയും അത് സംബന്ധിച്ചുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ഭഗവത്ഗീതയെയും രാമായണത്തിലെ ധർമ്മസംഹിതകളെയും ഒക്കെ ആധാരമാക്കുന്ന ഈ ഇത്തരത്തിലുള്ള വിധിവാക്യങ്ങൾ ഭരണഘടന നിലവിൽ വന്ന കാലത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭരണഘടന നിലവിൽ വന്ന കാലത്ത് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ജനസംഖ്യാപരമായ അനുപാതം എത്രയാണോ ആ അനുപാതം അതേപടി തുടരുന്ന കാലയളവിൽ മാത്രമേ ഈ ഭരണഘടനയും തുടരേണ്ടതുള്ളൂ എന്നും ഈ മതപരമായ അനുപാതത്തിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ
ഭരണഘടനയും മാറ്റേണ്ടതാണ് എന്നും അങ്ങനെയുള്ളവർ വാദിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് RSSന്റെയും BJPയുടെയും ഒക്കെ തന്നെ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ടതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാസ്റ്റും ക്ലാസും വർഗവും ജാതിയും ഈ രണ്ട് വിഷയങ്ങൾ തർക്കത്തിൽ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ സുപ്രീം കോടതി വർഗപരമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാം. ചെമ്പകം തുറൈരാജ് കേസിന്റെ കാര്യത്തിലും സൂക്ഷ്മ പരിശോധനയിൽ നമുക്കത് കാണാൻ കഴിയുന്നൊരവസ്ഥയുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് നടപ്പാക്കാൻ വിസമ്മതിച്ചുകൊണ്ടിരുന്ന ഭരണകൂടങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് VP സിംഗ് ഗവൺമെന്റാണ് നടപ്പാക്കാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നാക്ക ജാതിക്കാർക്ക് സംവരണം നൽകുന്ന ഈ അതിനകത്തുള്ള നിലപാട് പിൽക്കാലത്ത് വന്നപ്പോൾ ഏത് ദിശയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് കാണേണ്ടതായിട്ടുണ്ട്. ഇക്കണോമിക് ക്രൈറ്റീരിയ, സാമ്പത്തികമായ മാനദണ്ഡങ്ങൾ സംവരണത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഭരണഘടന അനുവദിച്ചിട്ടില്ല. അത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടന സംവരണത്തെ കുറിച്ച് പറയുന്നത്. ഇന്ന് സാമ്പത്തിക ഘടകം മാനദണ്ഡം അതിലേക്ക് ചേർക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, സംവരണം നൽകിയ സർക്കാർ ഇക്കണോമിക് വീക്കർ സെക്ഷൻസിന്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം ഉറപ്പു നൽകുമ്പോൾ ഇത് സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകൾ പോലും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ സർക്കാരിന് കഴിയുകയുണ്ടായില്ല. പക്ഷേ പല പരീക്ഷകളിലും അവർക്ക് അനുകൂലമായ രീതിയിൽ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുമ്പോൾ ഈ സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും താഴ്ന്ന മാർക്ക് വാങ്ങിയാൽ മതി എന്ന വ്യവസ്ഥ പ്രയോഗതലത്തിൽ നിലവിൽ വന്നിരിക്കുന്നതും ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇക്കണോമിക്കലി സോഷ്യൽ സെക്ഷൻസിന്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന സംവരണം നൽകിയത് ഭരണഘടനയുടെ മൂല്യവ്യവസ്ഥയ്ക്ക്, അതിന്റെ അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ നാം അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഭരണഘടന മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാനുള്ള ഒരു ശ്രമത്തെയും അനുവദിക്കാനാവാത്ത വിധത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഓരോരുത്തരും ഭരണഘടനയെ സംബന്ധിച്ച് ജ്ഞാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ചന്ദ്രു തന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വേണുഗോപാൽ. ഏകദേശം ജസ്റ്റിസിന്റെ 1 മണിക്കൂറിലേറെയുള്ള പ്രസംഗമാണ്, അതിന്റെ ഹ്രസ്വരൂപമാണ് നമ്മളിപ്പോൾ കേട്ടത്. നന്ദി. ഫസ്റ്റ് ഓഫ് ഓൾ, വി ഹാവ് ടു കൺഗ്രാറ്റുലേറ്റ് അവർ Justice K. Chandru, because he elaborated all the matters related with reservation, especially economic reservation, cases, judiciary, and the historical perspective of total reservation in India. Sir, very proud of you, sir. അടുത്തതായി നമുക്ക് 2 പേരാണ് പ്രസംഗിക്കാനുള്ളത്. ആദ്യം ഞാൻ മുൻ രാജ്യസഭാ അംഗം കൂടിയായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദിനെ ഈ ചർച്ചയിൽ 2ാം ഭാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ബഹുമാനായിട്ടുള്ള PN ഗോപികൃഷ്ണൻ, നമ്മുടെ പ്രിയപ്പെട്ട മോഡറേറ്റർ ശ്രീ സലാവുദ്ദീൻ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രൗഢഗംഭീരവും ആശയവ്യക്തതയുള്ളതും ആയിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തിയ ഉദ്ഘാടകൻ ജസ്റ്റിസ് കെ ചന്ദ്രു, ഇവിടെ അടുത്തതായി സംസാരിക്കാൻ പോകുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള ഡോക്ടർ KM സീതി, ഈ വേദിയിലുള്ള ഡോക്ടർ ലിനി പ്രിയ വാസവൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സമദർശി വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവിടെ ഒരു സംവാദ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നു. സംവരണം, സാമൂഹ്യനീതി, പ്രാതിനിധ്യം വളരെ വിശദമായും വിവരമായും സമൂഹത്തിന്റെ താഴെ തട്ടിൽ വരെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്
ഇവിടെ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനൊരു വിഷയം തെരഞ്ഞെടുക്കാനും ബഹുമാന്യനായിട്ടുള്ള ജസ്റ്റിസ് ചന്ദ്രനെ പോലൊരാളിനെ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിക്കും മുഖ്യപ്രഭാഷണത്തിനുമായി തീരുമാനിച്ചതും ഏറ്റവും ഉചിതമായി. അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഒരു ന്യായാധിപന്റെ അഭിപ്രായങ്ങളാണ്, ഒരു ഇടതുപക്ഷ ചിന്തകന്റെ അഭിപ്രായങ്ങളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു അംബേദ്കറൈറ്റിന്റെ അഭിപ്രായം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ പല കോണുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ സാമൂഹിക നീതിയും പ്രാതിനിധ്യവും നടപ്പാക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് സംവരണമില്ലാതെ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്നവർക്കൊരു വിയോജിപ്പ് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ സംവരണത്തിന് ഇന്നുള്ള അർത്ഥം ഭരണഘടന നിർമ്മിച്ച വേളയിൽ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അന്നത്തെ ഭരണഘടനാ നിർമ്മാതാക്കൾ കണ്ട നിലയിലാണോ എന്നതിനെ സംബന്ധിച്ച് ഒരു പുനഃപരിശോധനയുടെ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള നിരവധി മേഖലകളിൽ സംവരണം നിലനിൽക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിന് സംവരണമുണ്ട്, പട്ടികവർഗ വിഭാഗത്തിന് സംവരണമുണ്ട്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് സംവരണമുണ്ട്, വനിതകൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സംവരണമുണ്ട്, ഇപ്പോൾ EWSന് സംവരണം വന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് സംവരണം വന്നിരിക്കുന്നു. അപ്പോ ഇതിൽ വനിതകൾക്ക് നമ്മുടെ എക്സിക്യൂട്ടീവിൽ സംവരണമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ 6 തരത്തിലുള്ള സംവരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സംവരണമെല്ലാം നടപ്പിലാക്കപ്പെട്ടത് ഏതെങ്കിലും ഒരൊറ്റ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണോ? നമ്മുടെ ബഹുമാന്യായിട്ടുള്ള ജസ്റ്റിസ് ഇവിടെ പറഞ്ഞു, ശരിയാണ്, നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോഴും സംവരണത്തിന് വേണ്ടിയിട്ട് എഴുതിപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 14 പിന്നെ 4ഉം 6ഉം ഒക്കെ വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം. സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുടെ അളവുകൾ എന്താണ്? നിരവധി കമ്മീഷനുകൾ അതിനെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് പഠനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല. സാമൂഹ്യനീതിയുടെ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനം ജാതി തന്നെയാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. സംവരണം എന്ന് ഉദ്ദേശിക്കുന്നത് ചില സുഹൃത്തുക്കൾ പറയുന്നത് പോലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു മാർഗമല്ല. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. സംവരണം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയല്ല. അത് ഭരണകൂടത്തിലെ പങ്കാളിത്തത്തിന് വേണ്ടി നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെയും ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും ഫലമായി സാമൂഹ്യമായി മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാതെ അടിച്ചമർത്തപ്പെട്ടിരുന്ന അധോഗതിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ട് കിടന്നിരുന്ന ഒരു ജനവിഭാഗത്തെ മറ്റ് സമൂഹത്തോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഭരണഘടന കൊടുക്കുന്ന സംരക്ഷണമാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ജാതീയമായിട്ടുള്ള പിന്നോക്കാവസ്ഥ തന്നെയാണ് സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനം. പക്ഷേ ജാതീയമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അടിസ്ഥാനത്തിൽ സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ കണക്കാക്കിക്കൊണ്ട് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആർക്കാണ്? അത് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്. കാരണം ജാതി നിലനിൽക്കുന്നത് പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രമാണ്. ഹിന്ദുമതത്തിന്റെ ഭാഗമായിട്ടാണ് ജാതി. മറ്റ് എല്ലാ മതവിഭാഗങ്ങളിലും ജാതി ഉണ്ടെങ്കിലും ആളുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളും ഗ്രൂപ്പുകളും ഉണ്ടെങ്കിലും ഹിന്ദുമതത്തിനകത്തുള്ളതുപോലെ ജാതി
ജാതി വ്യത്യാസം ആ നിലയിൽ വേറെ എങ്ങും കാണാൻ വേണ്ടി കഴിയില്ല. ഹിന്ദുമതത്തിലെ ജാതി ദൈവം തന്നെ ഉണ്ടാക്കിയ ജാതിയാണ്. ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഭഗവത്ഗീത പറയുന്നതനുസരിച്ച് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്, മനുഷ്യനെ മാറ്റാൻ പറ്റുന്നതല്ല. ഇസ്ലാം മതത്തിലോ ക്രിസ്തു മതത്തിലോ ഒന്നും മുഹമ്മദ് നബിയോ അല്ലെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവോ നേരിട്ടൊരു വിഭജനോട് ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യർ തമ്മിൽ. ഇത് ദൈവം തന്നെ നേരിട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ തന്നെ ഗീതയിൽ വളരെ കൃത്യമായി പറയുകയാണ്. അതാണ് ഹിന്ദുമതത്തിന്റെ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകത. ആ ജാതി വ്യവസ്ഥയാണ് തീർച്ചയായിട്ടും ഈ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനം എന്ന് കണ്ടെത്തുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുത്തിട്ടുള്ളത് പട്ടികജാതിക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഫലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളവർക്ക് സംവരണം കൊടുത്തിട്ടുള്ളത് ജാതീയമായ പിന്നോക്കാവസ്ഥ അടിസ്ഥാനത്തിലാണോ? ഇന്ത്യയിലെ പട്ടികവർഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്. നമ്മുടെ ലക്ഷദ്വീപിലെ 95% വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ട്രൈബ്സ് ആണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മിസോറാം, മണിപ്പൂർ, മേഘാലയ തുടങ്ങിയിട്ടുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 55% മുകളിൽ വരുന്ന ക്രിസ്ത്യാനികൾ ട്രൈബ്സ് ആണ്. അപ്പൊ ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം സംവരണം കിട്ടുമ്പോൾ ട്രൈബ് എന്നുള്ള നിലയിൽ സംവരണം കിട്ടുന്നത് ജാതീയമായ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണോ? ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോവാതെ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് വിടുന്നത്. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും സംവരണമില്ല. സംവരണത്തിന് ക്രീമി ലെയർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളും ഞാനും ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. ഞാൻ നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് സംവരണം നിലനിൽക്കുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. 1950 ജനുവരി മാസം 26 നിലവിൽ വന്ന റിപ്പബ്ലിക്കിന്റെ അടിത്തറയായിട്ടുള്ള ഭരണഘടനയും ഈ 2023 നാം സംസാരിക്കുന്ന ജൂൺ മാസം 16 ഉള്ള വ്യത്യാസവും തമ്മിൽ നിലവിലുള്ള സംവരണവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി സൂചിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ. അപ്പോ പിന്നോക്ക വിഭാഗക്കാർക്ക്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവരണത്തിന്റെ ക്രീമി ലെയർ വന്നതോടുകൂടി സാമ്പത്തിക മാനദണ്ഡം സംവരണത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. വനിതകൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞ് അപ്പോ ലിംഗപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഈ ആളുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന സംവരണം ഏർപ്പെടുത്താൻ വേണ്ടി സ്വീകരിക്കപ്പെട്ടുള്ള മാനദണ്ഡം EWSന്റേത് വേറെ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ആ മാനദണ്ഡം എന്ന് പറയുന്നത് ഏകമാനമല്ല, ഏതെങ്കിലും ഒരൊറ്റ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. ജാതീയമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അല്ല ഈ സംവരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നോക്കം പോയിട്ടുള്ള ജനവിഭാഗത്തെ മുന്നോട്ട് മറ്റുള്ളവരോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരിക എന്ന നിലയിലേക്ക് സംവരണത്തിന്റെ നിർവചനത്തിൽ തന്നെ വലിയ മാറ്റം വന്നിരിക്കുന്നു. അത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും വനിതകൾക്കും പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിനും ഒക്കെ തന്നെ സംവരണം വരുന്നത്. അപ്പൊ സംവരണത്തിന്റെ മാനദണ്ഡത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം നമുക്കിന്ന് പഴയ രൂപത്തിലേക്ക് പോകാൻ, പഴയ ആ ഒരു അളവുകോല് വെച്ച് മാത്രം നമുക്ക് നോക്കി പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. ഇനി സംവരണം എന്ന് പറയുന്നത് ഭരണകൂടത്തിലെ പങ്കാളിത്തമാണ്. അത് പട്ടിണി പരിഹരിക്കാനുള്ള, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു മാർഗമല്ല എന്ന് ആ കാര്യത്തിൽ ആ തത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും അല്ലാതെ പിന്നെ വേറെ ആർക്കാണ് സംവരണം ഉള്ളത്? ഭരണകൂടത്തിന്റെ പങ്കാളിത്തം എന്ന് പറയുമ്പോ എക്സിക്യൂട്ടീവിൽ മാത്രമുള്ള പങ്കാളിത്തമല്ല, അത് ലെജിസ്ലേച്ചറിനുള്ള പങ്കാളിത്തം കൂടിയാണ്. ജുഡീഷ്യറിൽ കൂടിയുള്ള പങ്കാളിത്തമായി മാറണം. ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നെടുംതൂണുകൾ, ഇപ്പൊ ഫോർത്ത് എസ്റ്റേറ്റ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ അവരെ മാറ്റി നിർത്തുന്നു. 3 നെടുംതൂണുകൾ.
എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അതിൽ എക്സിക്യൂട്ടീവിലും ലെജിസ്ലേച്ചറിലും ഒരു പരിധിവരെ ജുഡീഷ്യറിയിലും സംവരണമുള്ളത് SC/ST വിഭാഗത്തിന് മാത്രമാണ്. അപ്പൊ സംവരണം എന്ന് പറയുന്നത് ഭരണകൂടത്തിലുള്ള പങ്കാളിത്തമാണെങ്കിൽ ആ നിലയിൽ പരിശോധിച്ചാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ നിലയിൽ പരിശോധിച്ചാൽ സംവരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള ആശ്വാസ നടപടികളായിട്ട് മാത്രം കാണേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. മനസ്സിലായി? ആ സംവരണം, അതുകൊണ്ട് സംവരണത്തെ സംബന്ധിച്ച് നമ്മുടെ പഴയ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ വരേണ്ടി വരുന്നു. ജസ്റ്റിസ് ചന്ദ്രയുടെ പറഞ്ഞ നിരവധി കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കർണാടകത്തിൽ പോയി പ്രസംഗിച്ചതുൾപ്പെടെ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ലെങ്കിൽ, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ EWSന് സംവരണം ഏർപ്പെടുത്തിയതും ഭരണഘടനാ വിരുദ്ധമാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ സംവരണം തന്നെ ഇന്ന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയെ നേരിടുകയാണ്. സംവരണം തന്നെ വെല്ലുവിളിയെ നേരിടുന്ന ഈ ഘട്ടത്തിൽ സംവരണം വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നവരുടെ എണ്ണം കൂട്ടുകയാണ് ആവശ്യം. സംവരണം ഈ രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ അധസ്ഥിത വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവരും ഈ നാട്ടിൽ നല്ലൊരു ഭാവിയുള്ളൂ എന്നത് നാം നേരിട്ട് മനസ്സിലാക്കണം. ഇവിടെ മുന്നോക്ക EWSലെ ഉദ്യോഗത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയിലൊക്കെ തന്നെ അവർക്ക് കട്ട് ഓഫ് മാർക്ക് ഏറ്റവും താഴെത്തത് ഫിക്സ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ശരിയാണ്. അതെന്താ കാണിക്കുന്നത്? അത് കാണിക്കുന്നത് പട്ടികജാതിക്കാരനേക്കാൾ, പിന്നോക്കക്കാരനേക്കാൾ, മുസ്ലിമിനേക്കാൾ, ഈഴവനേക്കാൾ ഏറ്റവും താഴെ കിടക്കുകയാണ് സവർണ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെന്നാണ്. അതല്ലേ കാണിക്കുന്നത്? അപ്പൊ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ആവശ്യമുണ്ട് എന്നുള്ള കാര്യമല്ലേ കാണിക്കുന്നത്? ഞാനതിനെ ആ രൂപത്തിലാണ് കാണുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത്, ഇന്ത്യ ആയാലും കേരളമായാലും, കേന്ദ്രമായാലും സംസ്ഥാനമായാലും, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന എല്ലാ മനുഷ്യരുടെയും സുഖ സൗകര്യങ്ങളും അവരുടെ വികാസവും പരിശോധിക്കേണ്ടത്, പരിഗണിക്കേണ്ടത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ, ഒരു ജനകീയ ഗവൺമെന്റിന്റെ തീർച്ചയായിട്ടുള്ള കടമ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട സംവരണത്തിൽ യാതൊരു കോട്ടവും വരുത്താതെ, ഞാൻ അടിയറായിട്ട് പറയുന്നു, യാതൊരു കോട്ടവും വരുത്താതെ, ഒരു കുറവും വരുത്താതെ സമൂഹത്തിലെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കും അതുപോലെ സാമൂഹ്യമായിട്ട് സാമ്പത്തികമായിട്ട് വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണ നടപടികൾ ഗവൺമെന്റ് എടുത്താൽ, ഏതെങ്കിലും ഗവൺമെന്റ് എടുത്താൽ ആ ഗവൺമെന്റിനെ ആ രൂപത്തിൽ വിമർശിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംവരണം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ്. രണ്ട് ഭാഗങ്ങളിൽ നിന്നാണ് സംവരണം വെല്ലുവിളി നേരിടുന്നത്. ഒന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും, ഒന്ന് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുമാണ്. സുപ്രീം കോടതി ഒന്നിലധികം കേസുകളിൽ ഇതിനകം പിന്നെ വിധിച്ചു കഴിഞ്ഞു. എന്ത്? സംവരണം എന്ന് പറയുന്നത് ഒരു മൗലികാവകാശത്തിന്റെ പട്ടികയിൽ വരാത്തതുകൊണ്ട് ഏതെങ്കിലും ഗവൺമെന്റുകൾ, സംസ്ഥാന ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും ഗവൺമെന്റുകൾ സംവരണം നടപ്പിലാക്കാൻ ഒക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ ഒരു കോടതി ഉത്തരവ് വഴി നിങ്ങൾ ഗവൺമെന്റ് സംവരണം നടപ്പിലാക്കണമെന്ന നിർദ്ദേശം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, കോടതികൾക്ക് കഴിയില്ല. കാരണം ഇതൊരു എനേബിളിംഗ് പ്രൊവിഷൻ മാത്രമാണ്. അപ്പൊ എവിടെ വന്ന് നിൽക്കുന്നു? സംവരണത്തിന്റെ എല്ലാ ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണവും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി ലാ ഓഫ് ദ ലാൻഡ് ആണല്ലോ. അതിനപ്പുറത്തൊരു കാര്യം വേണമെങ്കിൽ പാർലമെന്റ് പിന്നെ അതിനെ ഓവർകം ചെയ്യാനൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം. ഈ കാര്യത്തിൽ ഭരണഘടനാ ഭേദഗതി വന്നിട്ടില്ല. അപ്പൊ ഇപ്പോ സംവരണം എന്ന് പറയുന്നത്
കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് വിധേയമായി കിട്ടുന്ന ഒരു ഔദാര്യം മാത്രമായി സുപ്രീം കോടതി മാറ്റിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നാളെ മുതൽ സംവരണം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി ഗവൺമെന്റിന് എതിരായ ഒരു വിധി അല്ലെങ്കിൽ സംവരണത്തിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ജുഡീഷ്യറി കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. രണ്ടാമത്തത് ആദ്യത്തത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ബലമായി സംശയിക്കുന്നത് കർണാടകത്തിൽ അമിത്ഷായുടെ പ്രസ്താവന ഇപ്പം മുസ്ലിംസിന് വേണ്ടെങ്കിൽ അടുത്തത് ദളിത് വിഭാഗത്തിൽ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും സംവരണം എടുത്തുകളയാൻ തന്നെ പോകുന്നു. കാരണം വാചകാർത്ഥത്തിൽ അമിത്ഷായുടെ അതേ വാചകം SC/ST സംവരണത്തിനും ബാധകമാണല്ലോ. ജാതി അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കണം എന്നെവിടെ എഴുതി വച്ചിരിക്കുന്ന ഭരണഘടനയിൽ ഞാൻ പറഞ്ഞത് അമിത്ഷാ പറയുന്നതിനെ അതേ അർത്ഥത്തിലെടുത്താൽ മതപരമായിട്ടുള്ള സംവരണം, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടന അനുവദിക്കുന്നില്ല, അത് ഭരണഘടന വിരുദ്ധമാണ് എങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലും സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടന അനുവദിക്കുന്നില്ല, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയും ബാധിക്കാം. അപ്പോ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെയും മറ്റുള്ളവരുടെയും സംവരണം എടുത്തു കളയുന്നതിന്റെ ആദ്യത്തെ പടിയായിട്ടാണ് മുസ്ലിം സമുദായത്തിന്റെ സംവരണം എടുത്തു കളഞ്ഞത് എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. നാളെ അത് ഉണ്ടായിക്കൂടാന്നില്ല. EWSന്റെ സംവരണം വന്നല്ലോ. EWSന്റെ പരിധിക്കകത്ത് വേണമെങ്കിൽ പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങളെ എല്ലാം പെടുത്താം. പെടുത്തുന്നതിന് എന്താ കുഴപ്പം? ഇന്ദിരാ സാഹിനി കേസ് അനുസരിച്ച് 2 സംവരണത്തിന്റെ ആനുകൂല്യം ഒരു വിഭാഗത്തിന് കിട്ടാൻ പാടില്ല. സർക്കാർ ജീവനക്കാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സംവരണത്തിന്റെ പ്രശ്നം വന്നപ്പോ ഇന്ദിരാ സാഹിനി കേസിന്റെ ജഡ്ജ്മെന്റ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. സംവരണത്തിന്റെ ആനുകൂല്യം ഒരാളിന് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ 2ാമത്തെ പ്രാവശ്യം അയാൾക്ക് കിട്ടാൻ അർഹതയില്ല. അതുകൊണ്ടാണ് ഇന്ദിരാ സാഹിനി കേസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രൊമോഷനുള്ള സംവരണം ഇന്ന് നടപ്പാക്കാതിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കേരള PSC ഉൾപ്പെടെ, കേരള PSC മാത്രമല്ല, കേരള PSC ഉൾപ്പെടെ, കേരള PSCയുടെ കുഴപ്പമല്ല, അവരുൾപ്പെടെ ഇപ്പോ നടപ്പിലാക്കുന്ന ചില റിക്രൂട്ട്മെന്റുകളിൽ സംവരണമില്ല. അതേ പറയുന്ന ന്യായം എന്താണ്? ഒരു പ്രാവശ്യം സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടിയവർക്ക് പിന്നെ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഇന്ദിരാ സാഹിനി കേസിന്റെ വിധി ഉണ്ടെന്നാണ് പറയുന്നത്. ബൈ ട്രാൻസ്ഫർ നിയമനങ്ങളിൽ സംവരണമില്ല PSC നടപ്പിലാക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ സംസ്ഥാന ഗവൺമെന്റ്, വിശിഷ്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ 3 സ്ട്രീമിലും സംവരണം ഏർപ്പെടുത്തുന്നതിന് അദ്ദേഹം വ്യക്തിപരമായും രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനോട് യോജിപ്പായിരുന്നെങ്കിലും കേരളത്തിലെ ഉദ്യോഗസ്ഥ മേധാവിത്വം, സവർണ മേധാവിത്വം അതിൽ 2 സ്ട്രീമിൽ സംവരണമേ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ആ 2 സ്ട്രീം, 2 സ്ട്രീം ഉദ്യോഗസ്ഥന്മാരെന്നുള്ള സെലക്ഷൻ ആയതുകൊണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രാവശ്യം സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടിയിട്ടാണ് അവർ ജോലി കിട്ടിയെന്നുള്ളതുകൊണ്ട് അവരപേക്ഷിക്കുമ്പോൾ ആ 1-2 സ്ട്രീമിലെ അല്ല 2-3 സ്ട്രീമിലെ സംവരണം പാടില്ല. മനസ്സിലായില്ല? അതാണ് അതിന്റെ വ്യാഖ്യാനം. അവസാനം അതിനകത്ത് രാഷ്ട്രീയ തീരുമാനമെടുത്ത തീരുമാനം നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ 3 സ്ട്രീമിലും സംവരണം ഏർപ്പെടുത്തിയത്. അതിന്റെ മോഡ് ഓഫ് റിക്രൂട്ട്മെന്റ് തന്നെ മാറ്റി. അതിനെതിരായിട്ട് പിന്നെ നമ്മുടെ ട്രിബ്യൂണലിൽ കേസ് വന്നു, ആ കേസ് തോറ്റു. ഹൈക്കോടതി കേസിന് പോയി, ആ കേസ് തോറ്റു. സുപ്രീം കോടതി കേസിന് പോയി, സുപ്രീം കോടതിയിലും തോറ്റു. അവിടെയെല്ലാം ഈ 3 സ്ട്രീമിലും സംവരണം ഏർപ്പെടുത്തിയത് ശരിയായിരുന്നു എന്ന് നമ്മുടെ കോടതിയിൽ വിധിച്ചു. അപ്പൊ നമ്മുടെ ഉയർന്ന ബ്യൂറോക്രാറ്റ്സ് എടുക്കുന്ന നിലപാടുകൾ എങ്ങനെയാണ്? അപ്പൊ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു വൈഡ് സബ്ജക്റ്റും വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഒരുപാട് മുഖങ്ങളുള്ള വിഷയമാണ് എങ്കിലും ഒരുപാട് സമയം എടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഈ സംസാരം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് അവസാനമായിട്ട് സമർപ്പിക്കാനുള്ളത്,
നമ്മൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും സംവരണത്തെ സംബന്ധിച്ച് ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാഴ്ചപ്പാടല്ല ഇന്ന് നിലനിൽക്കുന്നത്. അതിനൊരു ഏതെങ്കിലും എല്ലാത്തിനും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് സംവരണം നിലനിൽക്കുന്നത്. അതുകൊണ്ട് സംവരണത്തിന്റെ ഡെഫിനിഷൻ തന്നെ ഭരണഘടനയിൽ വളരെ കൃത്യമായി സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും സമൂഹത്തിൽ വിവിധ മേഖലകളിൽ ഏതെല്ലാം തരത്തിൽ ആളുകൾ പിറകിൽ നിൽക്കുന്നുണ്ടോ, സമൂഹം പിറകിൽ നിൽക്കുന്നുണ്ടോ, ആ പിറകിൽ നിൽക്കുന്നതിന് കാരണമായിരിക്കുന്നത് ജെൻഡർ ഇൻഇക്വാളിറ്റി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഇൻഇക്വാളിറ്റി ആവാം, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്ത് സാമ്പത്തികമായിട്ടുള്ള പിന്നാക്കമാവാം. അങ്ങനെ പല കാരണങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളെ മറ്റുള്ളവരോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ കഴിയേണ്ട തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് സംവരണത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഡെഫിനിഷനിൽ പ്രയോഗത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രയോഗത്തിൽ വന്ന മാറ്റവും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യവും ഈ സമൂഹത്തിന് ഗുണപ്രദമാണോ അതോ ഗുണപ്രദമല്ലയോ, അതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. അല്ലാതെ നിങ്ങൾ EWSന് സംവരണം കൊടുത്തത് ശരിയോ, ആ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? EWSന് സംവരണം കൊടുത്തതുകൊണ്ട് ബാക്കി ആരുടെയെങ്കിലും സംവരണത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചു, അതല്ലേ പരിശോധിക്കേണ്ടത്. EWSന് സംവരണം കൊടുത്തില്ലെങ്കിൽ ആ സംവരണ വിഭാഗത്തിന് കിട്ടുന്ന ആ ആനുകൂല്യം ഏതെങ്കിലും പിന്നാക്ക വിഭാഗത്തിന് കിട്ടുമോ? ഏതെങ്കിലും പട്ടികജാതിക്കാരന് കിട്ടുമോ? ഏതെങ്കിലും മുസ്ലിമിന് കിട്ടുമോ? ഏതെങ്കിലും ക്രിസ്ത്യാനി, ഏതെങ്കിലും ഈഴവന് കിട്ടുമോ? അവർക്ക് ആർക്കും കിട്ടാനേ പോകുന്നില്ല. അത് കിട്ടുന്നത് മുന്നോക്ക ജനവിഭാഗത്തിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്കാണ്. ഇവിടെ ജസ്റ്റിസ് ചന്ദ്രു, ബഹുമാനായിട്ടുള്ള ജസ്റ്റിസ് ചന്ദ്രു ചൂണ്ടിക്കാണിച്ച ഈ മെറിറ്റിനും അതോടൊപ്പം തന്നെ SC/STക്കും OBCക്കും EWSനും ഈ വിഭാഗത്തിനും എല്ലാം ഒരു പരീക്ഷയിലെ ഏറ്റവും താഴത്തെ കട്ട് ഓഫ് മാർക്ക് ഏറ്റവും താഴെ വരുന്നത് EWSനാണ് എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിന് സംവരണം ഇല്ലാന്ന് വിചാരിക്കുക. അത് പിന്നെ ആർക്കാ പോന്നെ? നേരെ മെറിറ്റിലേക്കാ പോന്നെ. ആ മെറിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സീറ്റ് ഞാൻ ഈ പറഞ്ഞ സംവരണ വിഭാഗത്തിന് എവിടെയെങ്കിലും കിട്ടുമോ? പിന്നെ അതുകൊണ്ട് വരുന്ന നഷ്ടമാർക്കാ? ഈ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം മുന്നിൽ നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവർക്ക് കിട്ടുന്ന 10% ആനുകൂല്യം എടുത്ത് ഈ ലക്ഷംവീട് കോളനിയിൽ ഒരു സൈഡിൽ പട്ടികജാതിക്കാരനും അപ്പുറത്തെ സൈഡിൽ മുന്നോക്കക്കാരനും താമസിക്കുന്നത്. അപ്പുറത്ത് താമസിക്കുന്ന മുന്നോക്കക്കാരന്റെ വീട്ടിൽ ഏതെങ്കിലും കുട്ടി വിദ്യാഭ്യാസം ചെയ്ത് ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് വന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. എന്തിനാ എതിർക്കേണ്ട കാര്യം? ഇപ്പുറത്തേക്കുന്ന ആളുണ്ട്. യെസ്, ഓക്കെ, അവർക്ക് കൊടുക്കുന്നത് കൊടുക്കാതിരുന്നാൽ ഇവിടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കോ SC/STക്കോ ആർക്കെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവകാശം, ഞങ്ങൾക്ക് കിട്ടുമായിരുന്ന ഒരു അവകാശം, ആ അവകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നെങ്കിലും പറയാം. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, സംവരണത്തിന്റെ ഇന്ന് നിലനിൽക്കുന്ന പ്രയോഗവൽക്കരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയങ്ങളിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണത്തിന് അവകാശപ്പെട്ട ഏതെങ്കിലും ജനവിഭാഗത്തിന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. സംവരണവും സാമൂഹ്യ നീതിയും പ്രാതിനിധ്യവും എല്ലാം തന്നെ കെട്ടുപിണഞ്ഞ് നടക്കുന്നതാണ്. ഇന്ത്യയെ പോലെ ബഹുസ്വരതയുള്ളൊരു രാജ്യത്തും ചാതുർവർണ്ണയവും ജാതിവേദനയും എല്ലാം കട്ടപിടിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തും തീർച്ചയായിട്ടും എല്ലാ ജനവിഭാഗത്തിനും ഭരണകൂടത്തിൽ പങ്കാളിത്തം കിട്ടേണ്ടതായിട്ടുണ്ട്. ആ എല്ലാ ജനവിഭാഗത്തിനും, അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ടവരായിക്കോട്ടെ, ഏത് വിഭാഗമായിക്കോട്ടെ, അവർക്കെല്ലാം അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം ഭരണകൂടത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു നീതിയുക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകളും ഒക്കെ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതിനെതിരായിട്ടുള്ള തീർച്ചയായിട്ടുമുള്ള ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇടപെടലുകളെയും ചെറുത്തു തോൽപ്പിക്കുകയും അതിനനുകൂലമായി ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും സമദർശി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചർച്ച
വളരെ വളരെ സഹായകരമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ക്ഷമാപൂർവ്വം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. പ്രസംഗത്തെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ രണ്ടാമത് പറയാം. സമയക്കുറവുണ്ട്, ഇപ്പം അത് ഞാൻ പറയുന്നില്ല. അതിന് അവസാനം ഞാനത് വിശദീകരിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഡോക്ടർ KM സീതിയെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ആദരണീയനായ ജസ്റ്റിസ് ചന്ദ്രു, അധ്യക്ഷൻ ശ്രീ സലാഹുദ്ദീൻ, ശ്രീ സോമപ്രസാദ്, ഡോക്ടർ നീന, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, സമദർശിയുടെ ഈ ചർച്ചായോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. ആദ്യം തന്നെ ജസ്റ്റിസ് ചന്ദ്രുവിനോടൊപ്പം ഒരു വേദി പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യവും സന്തോഷവും കൂടി നിങ്ങളുമായി പങ്കിടുന്നു. ഇവിടെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ സംവരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച. ജസ്റ്റിസ് ചന്ദ്രുവിന്റെ നിലപാടുകളിൽ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ സോമപ്രസാദ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അത് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ എടുത്ത നിലപാട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ഇടതുപക്ഷ സംഘടനകൾ എതിർത്തിട്ടുണ്ടെങ്കിലും എന്നോട് ഇന്നിവിടെ സംസാരിക്കാവുന്ന വിഷയം യഥാർത്ഥത്തിൽ സംവരണമല്ല, എന്നാൽ സംവരണവുമായി കൂടി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് സലാഹുദ്ദീൻ ഇവിടെ കൃത്യമായി പറഞ്ഞു. അത് പ്രാതിനിധ്യത്തെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ സംവരണത്തിലൂടെയും ലക്ഷ്യമിടുന്നത് പ്രാതിനിധ്യം തന്നെയാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് അത്ഭുതകരമായി ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെ സാമൂഹിക നീതി ഉറപ്പാക്കാം എന്നുള്ളത് വളരെ ദുർഘടം പിടിച്ചൊരു പണിയാണ്. കാര്യം അത്ര വിവിധങ്ങളായ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അന്താരാഷ്ട്ര കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ദരിദ്രരായ വലിയൊരു വിഭാഗം ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് ദക്ഷിണേഷ്യ, അതിൽ ഇന്ത്യ. അപ്പോൾ ഇത്ര സങ്കീർണമായ ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ നീതി, സാമൂഹിക നീതി എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ളത് വളരെ ദുർഘടം പിടിച്ചൊരു പണിയാണ്. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് സാമൂഹ്യ നീതി നടപ്പാക്കേണ്ടത് ആത്യന്തികമായി ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്കാണ്. നിശ്ചയമായും ഭരണകൂടത്തിന് ആ ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ ഉത്തരവാദിത്വമുള്ള
ഒരു വിഭാഗമാണ്, ഒരു മേഖലയാണ് പൗരസമൂഹം. ഈ പൗരസമൂഹത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, വിവിധങ്ങളായ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കൂടി ചെയ്യുന്നതാണ് രാജ്യം. ഭരണകൂടത്തിന് നിശ്ചയമായും സാമൂഹിക നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതേ ഉത്തരവാദിത്തമുള്ള പൗരസമൂഹവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടി ചേരുന്നതാണ് ഈ ഉത്തരവാദിത്വത്തിന്റെ വലിയൊരു കലവറ. അപ്പോ നമുക്കൊരു ചോദ്യം വരാം. ഈ സാമൂഹിക നീതി ഒരു ലിബറൽ ജനാധിപത്യ ഘടനയിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രയോഗത്തിനുള്ള പ്രസക്തി നഷ്ടപ്പെട്ടു തുടങ്ങിയ കാലമാണ്. അത് ഉറപ്പാക്കാനുള്ള സാമ്പത്തിക നയങ്ങളും സാമൂഹിക നയങ്ങളും ആവിഷ്കരിക്കാൻ പ്രാപ്തമായ ഒരു ഭരണകൂടം നമുക്കുണ്ടോ? ഈ പറയുന്ന വിവിധങ്ങളായ ജനവിഭാഗങ്ങൾക്ക് ജോലിയും തൊഴിലും അവസരങ്ങളും കൊടുക്കാൻ കഴിയുന്ന ഒരു സവിശേഷ സാമ്പത്തിക സാമൂഹിക സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടോ? ഇല്ല. കാരണം ഒരു കാലഘട്ടത്തിൽ, ഒരുപക്ഷെ മണ്ഡൽ കമ്മീഷന്റെയൊക്കെ റിപ്പോർട്ട് വരുന്ന കാലഘട്ടത്തിൽ, ആകെ തൊഴിലിന്റെ 3-4% മാത്രമാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിൽ. ഒരല്പം ഏറിയും കുറഞ്ഞും ഇരിക്കും. 30 വർഷം അല്ലെങ്കിൽ 40 വർഷങ്ങൾക്ക് ശേഷം ഈ തൊഴിൽ മേഖല, സർക്കാർ ഉൾപ്പെടെയുള്ള പൊതുമേഖല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ തൊഴിൽ മേഖലയിലെ സാധ്യതകളുടെ ശതമാനം ചോദിച്ചാൽ അത്ഭുതപ്പെടും. അത് കേവലം 2-3%. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ജോലികളും കാഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കോൺട്രാക്റ്റിലൂടെ താൽക്കാലികമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഇടയ്ക്ക് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ജോലിയുടെ ഇടങ്ങൾ, അതിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയും എന്നാൽ ജോലിക്കായിട്ടുള്ള ആളുകളുടെ ആഗ്രഹവും സ്വപ്നങ്ങളും കൂടി വരികയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ സാമൂഹ്യ നീതിയെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർക്ക്. വാസ്തവത്തിൽ ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം ഭരണകൂടത്തിൻ്റെതാണ്. പൗരസമൂഹത്തിന് അതിലൊരു ഉത്തരവാദിത്വമില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഭരണകൂടത്തെ ഇന്ന് അതിൻ്റെ ലിബറൽ ജനാധിപത്യ ഘടനയിൽ നിന്ന് മാറ്റി ഇപ്പോൾ അത് ഒരു നവലിബറൽ ഘടനയ്ക്കുള്ളിലേക്ക് ആക്കി കൊടുത്തത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൗര സമൂഹവും കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ ഒരു ന്യൂ ലിബറൽ ഭരണകൂടം നമ്മുടെ മുന്നിലുള്ളപ്പോൾ സാമൂഹ്യ നീതിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ന്യൂ ലിബറൽ ഭരണകൂടങ്ങളുടെ മുദ്രാവാക്യം തന്നെ കാര്യക്ഷമത, മേന്മ തുടങ്ങിയ പ്രയോഗങ്ങളാണ്. നമ്മൾ നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങളാണ്. വാസ്തവത്തിൽ സവർണ വിരുദ്ധ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്: കാര്യക്ഷമത, മേന്മ എന്നല്ല. അപ്പോൾ ഒരേ സമയത്ത് ഒരു നവലിബറൽ ഭരണകൂടത്തിൽ നിന്നും നമ്മൾ സാമൂഹ്യ നീതി പ്രതീക്ഷിക്കാൻ എത്രത്തോളം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാമെന്നുള്ളൊരു പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും പൗരസമൂഹത്തിൽ പൊതുവായും ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ നൽകാൻ കഴിയാത്തൊരു കാര്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം.
ഇന്നിപ്പോ പിന്നെ സലാഹുദ്ദീൻ പറഞ്ഞു OBC ലിസ്റ്റ് വിപുലമാക്കുന്നു, പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് 800 അംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകുക എന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരികയും അടുത്ത 5 വർഷം കൊണ്ട് പാർലമെന്റിൽ 800 അംഗങ്ങൾ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നമ്മുടെ സ്വപ്ന പദ്ധതിയായ ഈ ഭരണഘടന എന്നേക്കുമായി കുഴിച്ചുമൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ലിബറൽ ജനാധിപത്യ ഘടന ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് സാമൂഹ്യ നീതിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിലോ അല്ലെങ്കിൽ സർവാധിപത്യ ഭരണകൂടത്തിലോ രാജഭരണത്തിലോ ഒന്നും നമ്മൾ ഇത് പ്രതീക്ഷിക്കില്ല. കാരണം നീതി അത് അവരുടെ ഔദാര്യമാണ്. ജനാധിപത്യ ഭരണകൂടത്തിൽ നമ്മുടെ ജനങ്ങളുടെ അവകാശമാണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. എന്നാൽ ഇന്ന് ഈ ലിബറൽ ജനാധിപത്യം പുതിയ നവലിബറൽ ഘടനയിലേക്ക് ചുവട് മാറ്റിയതോടുകൂടി അത് ആഗോള മൂലധനത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സാമൂഹിക ക്ഷേമം, സാമൂഹിക നീതി, സാമൂഹിക സുരക്ഷ എന്നുള്ള പ്രയോഗങ്ങൾക്ക് തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നാണ് നമ്മൾ പുതിയ സാമൂഹ്യ നീതിയെ കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ 90-കൾക്ക് ശേഷം നിലവിൽ വന്ന കോൺഗ്രസിന്റെയും BJPയുടെയും ഭരണകൂടങ്ങൾ ഏറ്റവും ജനവിരുദ്ധമായ, ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ സാമ്പത്തിക സാമൂഹിക നയങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര ലക്ഷക്കണക്കിന് തൊഴിലുകളാണ് ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോയെന്നുള്ളത് ആ കണക്ക് പോലും നമ്മളുടെ കയ്യിലില്ല. 90-കളിൽ EPയുടെ ബില്ലിൽ ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്, അന്ന് അടച്ചുപോയ 3-4 മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയം വന്ന് 3-4 വർഷം കൊണ്ട് അടച്ചുപോയ 10,000-കണക്കിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കണക്കുകളുടെ ഒരു പട്ടിക ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. ഇന്ന് അത് ചർച്ച പോലും ആകുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോയതും തൊഴിലില്ലാതെ പോയതുമായവരുടെ കണക്കുകളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ സാമൂഹ്യ നീതിയെ കുറിച്ച് സംസാരിക്കേണ്ടത്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഭാഗത്ത് പങ്കാളിത്ത പദ്ധതികളെ കുറിച്ചെല്ലാം നമ്മൾ വാചാലരാകും. നമ്മൾ എന്നുദ്ദേശിക്കുന്നത് നവലിബറൽ ഭരണകൂടം വാചാലരാകും. മറുഭാഗത്ത് ഇതേ ഭരണകൂടത്തിന്റെ ബൃഹത് പദ്ധതികൾ കൊണ്ട് ബഹിഷ്കൃതരായ, പുറന്തള്ളപ്പെട്ടവരുടെ ചരിത്രം നമ്മുടെ വിസ്മൃതിയിൽ നിന്നും പോവുകയും ചെയ്യും, രേഖപ്പെടുത്താതെ പോവുകയും ചെയ്യും. ഈ പുറന്തള്ളപ്പെടുന്നവരാരാണ്? കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഇന്ത്യയിലെ അധസ്ഥിതരായ വിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങള്, വംശീയ ന്യൂനപക്ഷങ്ങള്, ഭാഷാ ന്യൂനപക്ഷങ്ങളാണ് ഈ പുറന്തള്ളപ്പെട്ടു പോയ, തൊഴിലിടങ്ങളിൽ നിന്നും ബഹിഷ്കൃതരായവരല്ല. ഇന്ത്യ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ കൊടുക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കോൺഗ്രസ് സർക്കാർ തുടങ്ങിവെച്ച ഈ പ്രക്രിയ BJP തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ സാമ്പത്തിക രംഗത്ത് കോൺഗ്രസും BJPയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ഇന്നും BJPക്ക് ബദലായി ഒരു കാര്യം പറയാൻ ഇന്ന് കോൺഗ്രസിന് പറ്റാതെ വരുന്നത്. കൃത്യമായ ഒരു ബദൽ സാമ്പത്തിക പദ്ധതി ഒരു മാനിഫെസ്റ്റോയിൽ കോൺഗ്രസിന് അവതരിപ്പിക്കാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ടാണ്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഒരു ബദൽ ആവിഷ്കരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. കാരണം അവരുണ്ടാക്കി വെച്ച കാര്യങ്ങൾ തന്നെയാണ് BJP ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത്.
അപ്പോൾ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ യാഥാർത്ഥ്യം എന്താണ്? ഒരു ഭാഗത്ത് ഇവിടെ ജസ്റ്റിസ് ചന്ദ്രു പറഞ്ഞ മാതിരി ജാതി വ്യവസ്ഥയാൽ ദൃഢീകരിക്കപ്പെട്ട സാമൂഹിക അസമത്വം, അത് കാണണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നാ പോരാ. കേരളത്തിൽ നിന്നാൽ സാമൂഹ്യ അസമത്വം ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സുഹൃത്ത്, സഹപ്രവർത്തകൻ കുറച്ച് വർഷം മുമ്പ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കാൻ ചില സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നു. ആ ചെന്ന സ്ഥലം മഹാ അയ്യങ്കാളിയുടെ വെങ്ങാനൂരിനടുത്തുള്ള തമിഴ്നാട് അതിർത്തിയിലുള്ള തമിഴ്നാടിലുള്ള ഒരു പഞ്ചായത്തിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു പഞ്ചായത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, വാങ്ക ഇരിക്കി എന്നൊക്കെ പറഞ്ഞു. അവര് ചെന്നു. 8 അംഗങ്ങളുള്ള പഞ്ചായത്ത് മീറ്റിംഗ് തുടങ്ങി. അപ്പൊ എന്റെ സുഹൃത്ത് അത് അറ്റൻഡ് ചെയ്യാൻ ഒഫീഷ്യലായിട്ട് അവിടെ ഇരിക്കുകയാണ്. മീറ്റിംഗ് തുടങ്ങാൻ സമയമായി 5 പേരെ കാണുന്നുള്ളൂ. അപ്പോ സുഹൃത്ത് ചോദിച്ചു, 3 പേര് ഇനി വരാനില്ലേ? ഇരിക്കേ, ഇങ്ങ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലാകുന്നില്ല എവിടെ ഇരിക്കുന്നൊന്നും. അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയിട്ട് ഒരു പ്ലാവില എടുത്തുകൊണ്ട് വന്ന് ഒരു പഴംപൊരി അതിലോട്ട് വെച്ചിട്ട് ജനലിലൂടെ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ എന്റെ സുഹൃത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഒരു ബെഞ്ചിൽ 3 പേര് ഇരിപ്പുണ്ട്. ഇതാണ് പഞ്ചായത്ത് രാജ് സംവിധാനം വന്ന ശേഷമുള്ള നമ്മുടെ പ്രാതിനിധ്യത്തിന്റെ ഒരു സ്വഭാവം. ഈ 3 ദലിതരായ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇരിക്കാൻ പഞ്ചായത്ത് ഓഫീസിന് പുറത്ത് ജനലിന്റെ താഴെ ഒരു ബെഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാവിലയിൽ പഴംപൊരി എത്തിച്ചു കൊടുക്കുന്നു ജനലിലൂടെ. ഇത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ കുഴപ്പമൊന്നുമല്ല. നമ്മുടെ ജാതി വ്യവസ്ഥ 93, 94 ഘട്ടങ്ങളിൽ ഇങ്ങനെ ജനാധിപത്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകി താഴേക്കിടയിലേക്ക് എത്തി എന്ന് പറയുന്ന അവസരത്തിൽ നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയ ഒരു ഇടമാണ് ഞാൻ പറഞ്ഞത്. ഒരു പങ്കാളിത്തമില്ലാത്ത പ്രാതിനിധ്യം. അവരെ സംബന്ധിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ ആ പഞ്ചായത്ത് ഓഫീസിന്റെ മുറിയിലേക്ക് കയറാനുള്ള അവകാശം അന്നും ഈ പറയുന്ന 90കളിൽ തന്നെ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം. അപ്പൊ ഞാൻ ഈ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കുള്ളൊരു വിഷമം അതാണ്. പ്രാതിനിധ്യം പങ്കാളിത്തം ഉറപ്പാക്കുന്നില്ല. അങ്ങനെ ഉറപ്പാക്കുമായിരുന്നെങ്കിൽ പാർലമെന്റിൽ പട്ടികജാതി പട്ടിക വിഭാഗം വർഗക്കാരായ 113 ആൾക്കാരുണ്ട്. ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ 113 പേര് പാർലമെന്റിന്റെ നിർണായകമായ എത്ര കമ്മിറ്റികളിലുണ്ട്? അത് ആരന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്? ഒരു നിർണായകമായ കമ്മിറ്റികളിൽ ഇവരെ വെക്കില്ല. അതാണ് നമ്മളുടെ പ്രാതിനിധ്യത്തിന്റെ സ്വഭാവം. നമ്മളൊരു കസേരയിട്ട് ചിലപ്പോൾ കൊടുക്കും, അകത്തോ പുറത്തോ. പക്ഷേ രാജ്യത്തെയോ അവരെ ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവരെ പങ്കാളിയാക്കില്ല. ഇത് നമ്മുടെ ജാതി വ്യവസ്ഥയുടെ ഇപ്പോഴുമുള്ള കുഴപ്പമാണ്. ജാതി വ്യവസ്ഥ പോയി നമ്മൾ ആധുനികോത്തര മനുഷ്യരായി എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചേരിതിരിവുകൾ, വേർപെടുത്തലുകൾ, അപരവൽക്കരണം, നമുക്ക് ഈ വാക്കുകളൊന്നും ഇപ്പോൾ അത്ര പരിചിതമല്ലാത്ത വാക്കുകളല്ല. ഇതെല്ലാം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മതരാഷ്ട്രീയം അത് രൂപപ്പെടുത്തിയ അപരവൽക്കരണം, വർഗീയത, തീവ്രവാദം, കലാപങ്ങൾ, ഇതെല്ലാം നമ്മളെ കൂടെ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാമോ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക്
ആയുള്ള കണക്കുകൾ അവരുടെ എടുത്ത് നോക്കിയാൽ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം നമുക്കറിയാൻ പറ്റും. ഈ കണക്കുകൾ പറയുന്നത് ഓരോ 12 മണിക്കൂറിലും ഒരു വർഗീയ സംഘർഷം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്ന് വെച്ചാൽ ദിവസം 2 എണ്ണം, മാസത്തിൽ 60 എണ്ണം, അങ്ങനെ ഒരു വർഷത്തിൽ 700-800 വർഗീയ സംഘർഷങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇത് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടാണ്. നിങ്ങളൊന്ന് എടുത്ത് വായിക്കുക. കഴിഞ്ഞ 5-6 വർഷത്തെ റിപ്പോർട്ടുകളിൽ ഈ കണക്കെടുത്ത് നോക്കുക. ഇതിൽ എത്ര കലാപങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഈ കലാപങ്ങൾ വളരെ രക്തരൂഷിതവും ആൾനാശവും കൂടുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും പ്രാദേശിക തലത്തിൽ ഇത് മൂടി വെക്കുന്ന തരത്തിലാണ് പോകുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഔദ്യോഗിക രേഖകളിലൂടെ വന്നതുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വന്നത്. അല്ലെങ്കിൽ അതും വരില്ല. അപ്പോൾ ഈ വർഗീയ സംഘർഷങ്ങളിലെ 99% വർഗീയ സംഘർഷങ്ങൾ നടക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം മണിപ്പൂരിൽ നടക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലല്ലേ എന്ന് പറയാം. മെയ്ത്തികളും കുക്കികളും എന്ന് പറയുന്ന അവര് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടല്ല അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അത് അവരുടെ ഗോത്രവർഗ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനൊരു വർഗീയ ചുവ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് തീരുമാനിച്ചാൽ ആയി. ക്രിസ്തീയ ദേവാലയങ്ങള് തീയിടുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹൈന്ദവ ദേവാലയങ്ങൾ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇത് വർഗീയവൽക്കരിക്കാം. ഇതിന് ഗോത്ര സ്വഭാവമുണ്ട്. വടക്കു കിഴക്കൻ മേഖലയിലെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു വംശീയതയുടെ ഒക്കോളം എത്തുന്ന ഗോത്രവർഗ ജീവിതങ്ങളാണുള്ളത്. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അത്ര വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അവിടെ ആര് ഭരിക്കുന്നു, ആർക്ക് ഭരിക്കാം, എങ്ങനെ ഭരിക്കാം എന്നുള്ളതിനെ പറ്റി മാത്രമാണ് നമ്മുടെ വേവലാതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം സംഭവിക്കുന്ന ഒരു രാജ്യമാണ്. ഇത്രയും വർഗീയ സംഘർഷങ്ങള്, നഷ്ടപ്പെട്ട തൊഴിലിടങ്ങള്, നഷ്ടപ്പെടാനിരിക്കുന്ന സാധ്യതകള്, ഇതിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ സാമൂഹിക നീതിയെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഈ വർഗീയ ചേരിതിരിവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ജസ്റ്റിസ് ചന്ദ്രുവും ഒക്കെ വളരെ വിശദമായി പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ വർഗീയ ചേരിതിരിവിന്റെ ആത്യന്തിക ഫലം എന്താണ്? അത് മതന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക അപരവൽക്കരണമാണ്. ഭൂരിപക്ഷാധികാരത്തിന്റെ രാഷ്ട്രീയ അധീശത്വമാണ്. പൊളിറ്റിക്കൽ ഹെജിമണി ഓഫ് ദി മെജോറിറ്റേറിയനിസം. ജനാധിപത്യ പ്രക്രിയയിലും അധികാര ഘടനയിലും സമൂഹത്തിന്റെ താഴെ തട്ടിൽ വരെ എങ്ങനെ ഇത് പ്രതിഫലിക്കുന്നു എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഇടയ്ക്കുള്ള ഒരു പഞ്ചായത്തിൽ ഇത് എങ്ങനെ പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നേരത്തെ ഇവിടെ ജസ്റ്റിസ് ചന്ദ്രു നമ്മളോട് ഒരു മുന്നറിയിപ്പെന്നോളം പറഞ്ഞ മാതിരി ഒരു ഭൂരിപക്ഷാധികാര പ്രത്യയശാസ്ത്രം ഒരു ജനാധിപത്യ ഭരണഘടനയ്ക്ക് മുകളിലൂടെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അടിസ്ഥാനപരമായി ഇന്ത്യയിൽ നടക്കുന്ന അപരവൽക്കരണത്തിന്റെ തുടക്കം വാസ്തവത്തിൽ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സന്ധിയിലാണ്. ഞാൻ അത് കൃത്യമായി അടയാളപ്പെടുത്തുന്നത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. ജസ്റ്റിസ് ചന്ദ്രു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. അക്കാലത്തെ ഒരുപക്ഷെ ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല. ഇന്ത്യ വിഭജനത്തിന്റെ മുറിവ്, ആ വിഭജനത്തിലേക്ക് എത്തിയ സാഹചര്യങ്ങൾ, ഇതിന്റെ ഒരു ട്രോമ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഒഴിയാബാധ പോലെ പിന്തുടരുന്നുണ്ട്. ഇന്ന് മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും
അതിൽ ഇടതു വലത് വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒഴിയാബാധയെ ആന്തരികവൽക്കരിച്ചിരിക്കുകയാണ്. ഈ വിഭജനത്തിന്റെ ട്രോമ, അത് ഭയം, ഭീതി, സംശയം തുടങ്ങിയ കുറെ കാര്യങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ വിഭജനത്തിന്റെ ബാക്കി. അത് നമുക്ക് ഒരുപക്ഷെ അത് പാകിസ്ഥാനിലാണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് പറയാം അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ഇന്ത്യയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭയവും ഭീതിയും സംശയവുമെല്ലാം നമ്മൾ വിചാരിക്കുന്നത് BJP മാത്രമുള്ള കാര്യങ്ങളെന്നാണ്. അല്ല, എല്ലാരും അവരോട് തന്നെ ചോദിച്ചു നോക്കുക, ആരെ കുറിച്ചാണ് ഭയം, ആരെ കുറിച്ചാണ് ഭീതി, ആരെ കുറിച്ചാണ് ഈ സംശയം? ഇത് സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം കഴിഞ്ഞപ്പോൾ ഇനി താഴെ തട്ടിലുള്ള കൊച്ചുകുട്ടികളുടെ ഇടയ്ക്ക് തന്നെ ഇത് വന്നിട്ടുണ്ട്. അത് ഞാൻ കോട്ടയത്തൊക്കെ ചില സ്കൂളുകളിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത് എന്റെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എനിക്കൊരു വാടക വീട് കിട്ടാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് വലിയ നവോത്ഥാനമൊക്കെ ഉണ്ടായ കേരളത്തിലാണിത്. വടക്കേ ഇന്ത്യയിലോ? വടക്കേ ഇന്ത്യയിലൊരു പ്രത്യേക പേരുമായി നിങ്ങൾ ഒരു വീട് അന്വേഷിച്ച് നടക്കൂ, നിങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾക്കൊരു വീട് കിട്ടില്ല. അതൊരു സ്വപ്നമായിരിക്കും. അഥവാ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ വലിയ ഭാഗ്യവാനായിരിക്കും. ഇത് മനസ്സിലാക്കണമെങ്കിൽ കേരളം വിട്ടുപോയി വടക്കേ ഇന്ത്യയിലേക്ക് കുറച്ച് കാണണം. UP-യിലും ബീഹാറിലും ഡൽഹിയിലും ഒക്കെ ചെന്നിട്ട്, കൽക്കട്ടയിലെ ചില ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ചേരികളുണ്ട്, അവിടെയൊക്കെ ചെന്ന് മനുഷ്യരെ കാണുമ്പോഴാണ് യഥാർത്ഥ ഇന്ത്യ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ നവോത്ഥാനം പൊട്ടി ഒഴുകുന്ന കേരളത്തിൽ മനുഷ്യനെ ഇത്ര സംശയത്തോടും ഇത്ര വെറുപ്പോടും ഇത്ര ഭയപ്പാടോടും കാണുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ രാവിലെ എണീറ്റിട്ട് അതിൽ എത്ര ഇന്ന ആൾക്കാരുണ്ട്, എത്ര ഇന്ന ആൾക്കാരുണ്ടെന്ന് എണ്ണിട്ട് ക്ലാസ് മുറിയില് മാപ്പിളന്മാരും കൂടെ കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു വലിയ 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 സങ്കടത്തിലിരിക്കുന്ന അധ്യാപികമാരെ കണ്ടിട്ടുണ്ട് നമ്മള്. എൻട്രൻസ് പരീക്ഷകളിൽ അവിടെ ഇവിടെയൊക്കെ ചില മുസ്ലിം കുട്ടികളുടെയൊക്കെ പേര് വരുമ്പോ എന്താ ഒരു ബഹളം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇവർക്കെന്താ? ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വായിച്ചിട്ടാണോ പാവപ്പെട്ട ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? ഇന്നിവിടെ ഇരിക്കുന്ന ഈ ഓഡിയൻസിലിരിക്കുന്നതിൽ എത്ര ശതമാനം പേര് യുവാക്കളുണ്ട്? നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. ഇതൊന്ന് കേൾക്കാനുള്ള യാതൊരു ക്ഷമയും സഹനശക്തിയും ഇല്ലാത്തൊരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം അക്ഷമരാണ് അവരെല്ലാം. അങ്ങനെയുള്ള ആൾക്കാർ ആവശ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നവരുടെ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുമായി മത്സരിക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ വികാരങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കണം എന്നുള്ള ഒരു തോന്നൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വന്നിട്ടുണ്ട്. വലിയ ഈ പറയുന്ന നവോത്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർക്ക് വരെ വന്നിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ ഒരു വലിയ, ഞാനിതിനെ ചാഞ്ചാട്ടം എന്നല്ല വിളിക്കുന്നത്, കേരളത്തിന്റെ വലിയൊരു ചുവട് മാറ്റമാണ്. ഞാനിത് കേരളം പറയുമ്പോൾ മറ്റ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥയെക്കുറിച്ച് എന്താ പറയുക? ഞാനിത് ഈ പങ്കാളിത്തത്തെക്കുറിച്ചും പ്രാതിനിധ്യത്തെക്കുറിച്ചുമുള്ള ഒരു കണക്കെടുപ്പൊക്കെ നടത്തി നോക്കി. അതൊന്നും പറയാനുള്ള സമയം എനിക്കില്ല. പക്ഷേ വിഭജന കാലത്തിന് മുമ്പ് തന്നെ വിഭജനം ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനമായി വരുന്നത് തന്നെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നാണ്.
മുസ്ലിം ലീഗ് ഇന്ത്യയിൽ 1906 ധാക്കയിൽ ആഗാഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോയിട്ട് മിന്റോ അടുത്ത് പറയാണ് ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സംഘടന ഉണ്ടാക്കൂ, ബാക്കി ഞങ്ങൾ ഏറ്റു. 5 വർഷം കഴിഞ്ഞപ്പോ മിന്റോ മോർലി റിഫോംസ് വന്നു, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊടുത്തു. ആഗാഖാൻ മിന്റോയെ കാണാൻ വരുന്ന ദിവസം മിന്റോ പ്രഭുവിന്റെ ഭാര്യ, ലോർഡ് മിന്റോയുടെ ഭാര്യ, അവരുടെ ഡയറി കുറിപ്പിൽ എഴുതി ഇന്നൊരു ചരിത്ര ദിനമാണ്. എന്താണെന്ന് അറിയാമോ? 62 ദശലക്ഷം മുസ്ലിങ്ങളെ ദേശദ്രോഹികളായ കോൺഗ്രസുകാരിൽ നിന്ന് അടർത്തി മാറ്റിയ ദിവസം. അവരുടെ ഞാൻ എന്റെ ഗവേഷണ കാലത്ത് ഈ ലോർഡ് മിന്റോയുടെ ഡയറി വായിച്ചപ്പോഴാണ് ഈ ഒരു വന്ന ദിവസം ആഗാഖാന്റെ സംഘവും ചെന്ന് കാണുന്നു. മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന അങ്ങനെയാണ്. മുഗൾ സാമ്രാജ്യം പോയതുകൂടി അധികാരം നഷ്ടപ്പെട്ട ഉത്തരേന്ത്യയിലെ നവാബുമാര്, ജമീന്ദാർമാര്, വലിയ ജന്മികളെല്ലാം എവിടെയെങ്കിലും എന്തെങ്കിലും കയറിപ്പറ്റി അവരുടെ സുവർണകാലത്തിന്റെ ഓർമ്മകളുമായി നടക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാര് ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുത്ത് അവരെ പ്രാതിനിധ്യത്തിന്റെ പേരിൽ വളർത്തിയത്. അത് മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസിൽ കൂടി വന്നു. 32 കമ്മ്യൂണൽ അവാർഡ് വന്നു. വാസ്തവത്തിൽ കമ്മ്യൂണൽ അവാർഡ് വന്നപ്പോൾ ആകെ പ്രശ്നമായി. ചരിത്രത്തിൽ ആദ്യമായി പക്ഷെ 32 തിരുവിതാംകൂറിൽ ഇവിടെ റിസർവേഷൻ തിരുവിതാംകൂറിൽ ആദ്യം നടപ്പാക്കുന്നത് 32 അല്ലേ? പിന്നെ 52 പിന്നെ അത് വീണ്ടും റിവൈസ് ചെയ്യപ്പെടുന്നത്. കമ്മ്യൂണൽ അവാർഡ് വരുമ്പോൾ ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി കരഞ്ഞു എന്നാ പറയുന്നത്. ഹിന്ദു സമുദായത്തെ വിഭജിക്കാൻ പോകുന്നു നിങ്ങൾ. മഹാനായ അംബേദ്കർ പറഞ്ഞത് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഇത്രയും കാലം പടിക്ക് പുറത്ത് നിർത്തിയവരെ പടിക്കകത്ത് കയറ്റാൻ വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടപ്പോൾ നിങ്ങൾക്ക് കലഹമായോ? മഹാത്മാഗാന്ധി മരണം വരെ ഉപവാസം പ്രഖ്യാപിച്ചു കമ്മ്യൂണൽ അവാർഡിനെതിരെ. പിന്നെ നാണം കെട്ടിട്ട് ഒരു പൂര പാക്ടൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇതൊന്ന് തലയൂരാൻ ശ്രമിച്ചു. കാരണം അവരെ ഹരിജനാക്കി അവരെ എങ്ങനെയെങ്കിലും സമുദായത്തിന്റെ, ഹിന്ദു സമുദായത്തിന്റെ അകത്ത് തളച്ചിടണം. ഒരു പക്ഷെ മഹാനായ അംബേദ്കറുടെ ഏറ്റവും വലിയ സംഭാവന ഇതാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ കപട മുഖങ്ങളെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരങ്ങളും അദ്ദേഹം പാഴാക്കിയിട്ടില്ല. ഇത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാര്യമാണ്. 937 ഇലക്ഷൻ നടക്കുന്നു. സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണ്. അന്ന് യുണൈറ്റഡ് പ്രോവിൻസ്, ഇന്നത്തെ ഉത്തർപ്രദേശിൽ അന്നത്തെ കോൺഗ്രസ് പാർട്ടിയും അന്നത്തെ മുസ്ലിം ലീഗും തമ്മിലൊരു ധാരണയായി. നമുക്ക് മത്സരിക്കാം, മത്സരിച്ച് കഴിയുമ്പോൾ നമുക്ക് മന്ത്രിസഭാ സീറ്റ് പങ്കിടാമെന്നൊക്കെ പറഞ്ഞു. ഏകദേശ ധാരണയ്ക്കായി 37 ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. മുസ്ലിം ലീഗ് ചില ഭാഗങ്ങളിൽ ജയിച്ചു. മുസ്ലിം ലീഗ് ഒരു മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോൾ ഇവിടെ നമുക്കൊരു 5ാം മന്ത്രിസ്ഥാനത്തിന്റെ വിഭാഗമൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. നെഹ്റു പറഞ്ഞെന്താണെന്നറിയാമോ? മുസ്ലിം ലീഗിന് ഈ മന്ത്രിസ്ഥാനമൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോ അന്നത്തെ നേതാക്കന്മാരെല്ലാം നെഹ്റുവിനോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഇലക്ഷന് മുമ്പ് പറഞ്ഞു അതൊന്നും നടക്കില്ല, നിങ്ങൾക്ക് മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യാം, പക്ഷെ നിങ്ങൾ മുസ്ലിം ലീഗുകാരല്ലാതായി മാറും എന്ന് പറഞ്ഞു. മുഹമ്മദ് അലി ജിന്നയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും വളരെ കുറച്ചേ ഉള്ളൂ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് 100-400 പേരൊക്കെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരായിരുന്നു. നെഹ്റുവിന്റെ ഈ നിലപാട് ഈവൻ ഈ പറയുന്ന പിന്നീട് ഹിന്ദുത്വ ചരിത്രകാരന്മാർ വളരെ വാനോളം പൊക്കിയിരുന്ന R.C. മജുംദാർ ഉൾപ്പെടെയുള്ള, താരാചന്ദ് R.C. മജുംദാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞെന്താണെന്നറിയാമോ? ഇന്ത്യ വിഭജനത്തിന്റെ നല്ല ഒന്നാന്തരം ഒരു വിത്താണ് നെഹ്റു ഇട്ടുകൊടുത്തുന്നതാണ്. ഇതിപ്പോ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലേക്ക് കയറി വന്നപ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. താരാചന്ദിന്റെ ചരിത്രത്തിലുണ്ട്.
വിഭജനത്തിലേക്ക് വഴിവെച്ച ഒരു സന്ദർഭമായിരുന്നു അത്. ഒരു വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളെ ഒന്നിച്ചൊരു പ്രാതിനിധ്യത്തിന്റെ പേരിൽ ഒന്നിച്ച് ഇരിക്കാനുള്ള ഒരു അവസരം നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റുവിന്റെ സഹപ്രവർത്തകർ പലർക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വിമർശിക്കപ്പെട്ടിരുന്നു. പട്ടേലും ഗാന്ധിജിയും ഉൾപ്പെടെയുള്ളവരെല്ലാം പറഞ്ഞു നെഹ്റു ഈ ചെയ്തത് നിലപാട് ശരിയല്ല. അവർ മന്ത്രിസഭയിൽ കയറ്റിയില്ല. 2 വർഷം കൊണ്ട് മന്ത്രിസഭ രാജിവെച്ചു പോയി. 40-ൽ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. ഞാൻ ഇതിന്റെ മുഖ്യ കാരണക്കാരൻ നെഹ്റുവാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ എവിടെയെല്ലാമാണോ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കേണ്ടത് അവിടങ്ങളിലെല്ലാം നമ്മൾ തകർന്നടിഞ്ഞു വീഴുകയാണ്. ഇത് 47-ലെ ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസൽ വരുമ്പോഴും സംഭവിച്ചതാണ്. നമുക്കറിയാമോ, ഈ വിഭജനം ഒഴിവാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അവസാനമായി കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസൽ. ഒരു ഫെഡറൽ ഇന്ത്യ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. വിഭജനം ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഫെഡറൽ സംവിധാനത്തെ ആദ്യം അംഗീകരിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നു. വിശ്വസിക്കാമോ? വിശ്വസിക്കണം. കോൺഗ്രസ് ഇത് അംഗീകരിക്കാൻ 3 ആഴ്ച എടുത്തു. 3 ആഴ്ച കഴിഞ്ഞ് അംഗീകരിച്ചതിന്റെ പിറ്റേ ദിവസം ബോംബെയിൽ ഒരു പത്രസമ്മേളനത്തിൽ നെഹ്റു പറഞ്ഞ എന്താണെന്നറിയാമോ? ഞങ്ങൾ ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസൽ അംഗീകരിക്കും, പക്ഷെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രപ്പോസലിനെ അടിമുടി മാറ്റാൻ ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും. അന്ന് ആ പ്രസ്താവന വന്ന ഉടൻ ജിന്ന പറഞ്ഞു, ഇതാണ് കോൺഗ്രസ്, ഇതാണ് ജനാധിപത്യമില്ലാത്തൊരു കോൺഗ്രസ്, ഇതിനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നാളെ ഡയറക്റ്റ് ആക്ഷൻ. കൽക്കട്ടയിൽ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിലൊന്നും ജിന്നയ്ക്ക് യാതൊരു ദുഃഖവുമില്ല. യു മീൻ വയലൻസ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ബ്ലഡ് ഈസ് thicker than water എന്നാ പറഞ്ഞു. വിഭജനത്തിന്റെ ഈ നെഹ്റുവിന്റെ ഈ ബോംബെയിലെ പ്രസ്താവനയെ കുറിച്ച് ജസ്റ്റിസ് HM സിർവായി, ബോംബെ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിന്റെ പാർട്ടീഷൻ ലെജൻഡ് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വിഗ്രഹങ്ങള്, വലിയ വലിയ വിഗ്രഹങ്ങൾ വീണുടയുന്നത് കാണണമെങ്കിൽ വിഭജനത്തെ കുറിച്ചുള്ള നമ്മളെ രേഖകൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ ജനാധിപത്യത്തിന്റെയും നമ്മുടെ ലിബറലിസത്തിന്റെയും ഒക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് ജസ്റ്റിസ് സിർവായി പറഞ്ഞു. സിർവായി ഗാന്ധിജിയെ വിമർശിച്ചിട്ടുണ്ട് അങ്ങേറ്റം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വിഭജനം എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത് തന്നെ പ്രാതിനിധ്യം നിഷേധിക്കുന്ന ഇടങ്ങളിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഭയപ്പെടുന്നത്. ഇത്തരം നിഷേധങ്ങള്, ഇത്തരം പങ്കാളിത്ത നിഷേധങ്ങള്, പ്രാതിനിധ്യ നിഷേധങ്ങള് നമ്മളുടെ രാജ്യത്തിന്റെ നമ്മൾ അറിഞ്ഞും അറിയാതെയുമുള്ള വിഭജനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ അറിയാത്ത വിഭജനങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മളുടെ തന്നെ ജീവിത സാഹചര്യങ്ങളാണ്. നമ്മളോടൊപ്പം ജീവിക്കുന്നവരുടെ അസഹിഷ്ണുതകൾ, നമ്മളോടൊപ്പം ജീവിക്കുന്നവരുടെ സംശയങ്ങൾ, നമ്മളോടൊപ്പം ജീവിക്കുന്നവരുടെ ഭയപ്പാടുകൾ, നമ്മളോടൊപ്പം ജീവിക്കുന്നവരുടെ വെറുപ്പുകൾ, ഇതെല്ലാം അതിന്റെ ബാക്കിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയം ഒരുപാട് തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വിഭജനം കൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ പ്രാതിനിധ്യം നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രാതിനിധ്യത്തിന്റെ ഒരു വലിയ പ്രതീകമായി മാറിയോ? ഇല്ല. പാകിസ്ഥാൻ ജന്മമെടുത്ത ആദ്യ ദിവസം മുതൽ തന്നെ പാകിസ്ഥാൻ ഈ പറയുന്ന ഒരു അധീശത്വ പ്രത്യയശാസ്ത്രത്തിന്റെ കൈകളിലായി. അത് പഞ്ചാബി വംശീയത അത് ഏറ്റെടുത്തു. ബലൂജികളും സിന്ധികളും ബംഗാളികളും എല്ലാം ബഹിഷ്കൃതരായി. ആ രാജ്യം ഇന്നും
തീരാത്ത കലാപങ്ങളിലും സംഘർഷങ്ങളിലും കിടക്കുകയാണ്. വിഭജനം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പാകിസ്ഥാൻ. പാകിസ്ഥാൻ തന്നെ രണ്ടായി വിഭജിക്കപ്പെടുന്ന 71 ബംഗാളികൾ പറഞ്ഞു, ഞങ്ങളെല്ലാം ഇനി വലിയ ആൾക്കാരായി. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങള്, ചക്മകളും ഹിന്ദുക്കളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങള് ഈ അധീശത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ഇരകളായി മാറി. നമ്മൾ വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണ് നമുക്കൊരു ഭാഗ്യം ഉണ്ടായത്? മഹാനായ അംബേദ്കറെ പോലുള്ളവർ ചേർന്നിരുന്നുണ്ടാക്കിയ ഒരു ഭരണഘടന ഉണ്ടാകുകയും ആ ഭരണഘടന ഉറപ്പാക്കിയ മൂല്യങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വലിയ വിഭാഗം നേതൃത്വം നമുക്കുണ്ടായ ഒരു കാലഘട്ടത്തിലാണ് ഈ രാജ്യം നല്ല അടിത്തറയുള്ള ജനാധിപത്യ രാജ്യമായി ഉയർന്നത്. പക്ഷെ ഈ അടിത്തറ കാലാന്തരത്തിൽ ഇളകാൻ തുടങ്ങുന്നത് നമ്മുടെ സാമൂഹിക ദർശനങ്ങളിലും രാഷ്ട്രീയ ദർശനങ്ങളിലും വന്ന വലിയ മാറ്റങ്ങൾ കൊണ്ടാണ്. വാസ്തവത്തിൽ ഈ ഭരണഘടനാ ധാർമ്മികതയിൽ ഊന്നിയ ഈ ജനാധിപത്യം ഇക്കാലമെല്ലാം നിലനിർന്നതിന്റെ വലിയ ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ വലിയ നിയമജ്ഞന്മാരുടെ, ജസ്റ്റിസ് ചന്ദ്രു ഉൾപ്പെടെയുള്ളവരുടെ മേന്മ കൊണ്ടാണെന്ന് പറയേണ്ടി വരും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഭരണഘടന കൊണ്ട് മാത്രം നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഈ ഭരണഘടനയുടെ മേൽ നടന്നിട്ടുള്ള വ്യവഹാരങ്ങളാണ് ഇന്ത്യയിൽ സാമൂഹിക നീതി നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥയിലായിരുന്നു ഇക്കാലം അത്രയും നമ്മളുടെ വിശ്വാസം. ജസ്റ്റിസ് ചന്ദ്രു പറഞ്ഞത് ശരിയാണെങ്കിൽ ആ വിശ്വാസം ഇനി എത്ര നാൾ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം ലോകത്തിലെ ഏറ്റവും അധികം ദുരൂഹത നിറഞ്ഞ നിയമനങ്ങൾ നടക്കുന്നത് ജുഡീഷ്യറിയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ദുരൂഹത നിറഞ്ഞ നിയമനങ്ങൾ ഇനി വന്നാൽ സംഭവിക്കുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിയിരുന്ന ഒരു ധാർമ്മികത, ഭരണഘടനാ ധാർമ്മികതയുടെ അടിത്തറ ഇളക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. 90-കൾക്ക് ശേഷം ബാബറി മസ്ജിദ് പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഉയർന്നു വന്നതോടുകൂടി ഇന്ത്യയിൽ ഈ തീവ്ര വലതുപക്ഷത്തിന്റെ സ്വാധീനം വന്നു. ഒന്നുമല്ലാതിരുന്ന BJP, 90-കളിൽ 2 സീറ്റും കൊണ്ടിരുന്ന BJP ഒരു 10 വർഷം കൊണ്ട് പാർലമെന്റിലും നിയമസഭകളിലും എല്ലാം ഒരു വലിയ ശക്തിയായി മാറുന്നത് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ മേന്മ കൊണ്ടൊന്നുമല്ല. അവർ ഒരു ബദൽ സാമ്പത്തിക ശാസ്ത്രം മുന്നോട്ട് വെച്ചതുകൊണ്ടുമല്ല. ഈ രാജ്യത്തിന്റെ വർഗീയതയെ എങ്ങനെ ചൂഷണം ചെയ്യണമെന്ന് നന്നായി ഗണിതം ചെയ്തവരാണ്, നന്നായി പഠിച്ചവരാണ്. ഈ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം ചൂഷണം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവര്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? ഇതിനൊരു ബദൽ നിർദ്ദേശിക്കാൻ ഇന്ന് നമുക്ക് കഴിയാതെ പോയി. വാസ്തവത്തിൽ ഇതിന്റെ ആത്യന്തിക ഫലം ബംഗാളിലും ത്രിപുരയിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഉണ്ടായ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ തകർച്ചകളാണ്. അതിൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തകർച്ചകൾ കാണാം. നമുക്ക് ഇന്ന് ബംഗാളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. 30 വർഷം ഭരിച്ച, ഇടതുപക്ഷം ഭരിച്ച ഒരു സംസ്ഥാനമാണ് അത്. ത്രിപുരയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും കാലം ഇടതുപക്ഷം ഭരിച്ച ഒരു സംസ്ഥാനം ഇങ്ങനെ ആകാൻ പാടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ ആയി? നാളെ ഇത് സംഭവിക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിക്കണം. അതിൽ മുഖ്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇവിടെ നേരത്തെ ജസ്റ്റിസ് ചന്ദ്രുവും സോമപ്രസാദും എല്ലാം ഇവിടെ പറഞ്ഞത്. വളരെ ജാഗ്രതയോടുകൂടി ഭരണകൂടത്തിന്റെ നിലപാടുകളെ കാണുകയും തക്ക സമയത്ത് പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും എല്ലാം ഉള്ള ഒരു പരിമിതി എന്ന് പറയുന്നത്
വലിയ ബഹുജന പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ അവതരിക്കാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് കുറഞ്ഞു വരുന്നു. ഞാനത് CPM-നെയോ അല്ലെങ്കിൽ CPI-യുടെ മാത്രം ഒരു കാര്യമായിട്ട് പറയുന്നതല്ല. ഇന്ത്യയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ റാലികളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കർഷകർ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങും, തൊഴിലാളികൾ ഇറങ്ങും, അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാറ്റിവെച്ച് അവർ തെരുവിലേക്ക് ഇറങ്ങും. അതിൽ BMS വരെ വരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ്, അവർ പോലും വരും. കാരണം ഇത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നീതി നിഷേധത്തിന്റെ ഇടങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അകത്തു നിന്ന് ഈ കൊഴിഞ്ഞുപോക്കൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് പരിശോധിക്കണം. ഇത് പരിശോധിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. നമ്മൾ ഭരണകൂടത്തോട് പ്രാതിനിധ്യവും സംവരണവും ആവശ്യപ്പെടുന്ന നമ്മളുടെ തന്നെ പ്രസ്ഥാനത്തിന്റെ അകത്തെ പ്രാതിനിധ്യത്തെ കുറിച്ചും അതിൻ്റെ ഉള്ളിലെ പങ്കാളിത്തത്തെ കുറിച്ചും നമ്മൾ ബോധവാന്മാരല്ല. ഇനി ലോക്കൽ കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ എടുക്കുക, മണ്ഡലം കമ്മിറ്റി മുതൽ ഹൈക്കമാൻഡ് വരെ എടുക്കുക. നമുക്ക് ഉള്ളു തുറന്ന് പറയാൻ പറ്റുമോ? ജനസംഖ്യാനുപാതികമായി വിവിധ ജാതി മതവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണെന്ന്? പറ്റില്ല. അപ്പോ ജാതി വ്യവസ്ഥയുടെ മറ്റൊരു പരിച്ഛേദം ഈ പൗരസമൂഹത്തിലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളിലൂടെയും ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാറശാലയ്ക്കടുത്തുള്ള അപ്പുറത്തുള്ള ഒരു പഞ്ചായത്തിൽ 3 ദളിത് വിഭാഗങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്ക് ബെഞ്ചിട്ട് പഞ്ചായത്തിന് പുറത്തിരിക്കേണ്ടി വരുന്നത് ഈ രാഷ്ട്രീയ മനോഭാവം ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളതുകൊണ്ടാണ്. ഭരണകൂടത്തോട് പ്രാതിനിധ്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കില്ല. ഇന്നിപ്പോ മുസ്ലിം പ്രാതിനിധ്യത്തെ കുറിച്ച് ജസ്റ്റിസ് ചന്ദ്രു ഒക്കെ പറഞ്ഞു. നമുക്കറിയാമോ, ഇന്ത്യയിലെ മുസ്ലിങ്ങള് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 10% ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ പാർട്ടീഷനെ കഴിഞ്ഞ ശേഷമുള്ള മൊത്തം ജനസംഖ്യയുടെ. അത് മാണ്ഡൽ കമ്മീഷൻ വരുന്ന കാലമാകുമ്പോൾ ഏതാണ്ട് ഒരു 13.5%. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഏതാണ്ട് ഒരു 14 അല്ലെങ്കിൽ 14.9, 15 താഴെ വരുന്ന ശതമാനമാണ് മുസ്ലിങ്ങൾ, മതന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ. മണ്ഡൽ കമ്മീഷന്റെ തന്നെ കണക്ക്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഈ 14% അല്ലെങ്കിൽ 15% മുസ്ലിങ്ങളിൽ 41% പിന്നോക്കക്കാരാണ്. നമ്മളിവിടെ അകപ്പാടെ ഒരു യൂസഫ് അലിയെയും അസാദ് മൂപ്പനെയൊക്കെ കണ്ടിട്ട് മുസ്ലിം സമുദായം അങ്ങ് സമ്പത്തിന്റെയും അതൊക്കെ അങ്ങനെ ഒഴുകുന്ന ഒരു സമൂഹമാണ്. ഗൾഫ് പണം കൊണ്ട് ഇവിടെ ഞാൻ ഈ തിരിച്ചു വന്ന ഗൾഫുകാരെ കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക. തിരിച്ചു വന്ന ഗൾഫുകാരെ കുറിച്ച് മലപ്പുറം മുതൽ കോഴിക്കോട്, മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ നടന്ന സ്ഥലങ്ങളിൽ ഒരു 6-7 വർക്ക്ഷോപ്പ് നടത്തി തിരിച്ചു വന്ന ഗൾഫുകാരിൽ. സത്യം പറഞ്ഞാൽ PT മുഹമ്മദ് മാഷിനോടൊക്കെ പറയാം, കരച്ചിൽ വരും. അവരെന്നോടൊന്ന് ഇങ്ങനെ കൈ കൂപ്പിയിട്ട് പറയാണ്, ഞാൻ 30 വർഷം ഗൾഫിൽ ജീവിച്ച ഒരാളാണ്, എനിക്കിപ്പം മരുന്ന് വാങ്ങാൻ കാശില്ല, നോർക്കയോടൊന്ന് പറയാമോ? ഇതാണ് തിരിച്ചു വന്ന ഗൾഫുകാരന്റെ അവസ്ഥ. നമ്മൾ ആസാദ് മൂപ്പനും അല്ലെങ്കിൽ യൂസുഫ് അലിയും ലോക റാങ്കിങ്ങിൽ എത്രയായി എന്ന് ആലോചിക്കും. ഈ താഴത്തെ റാങ്കൊന്നും നമ്മൾ ആരും അന്വേഷിക്കില്ല. അടുത്ത നേരത്തൊരു ഭക്ഷണത്തിന് വകയില്ലാതെ തിരിച്ചു വന്ന എത്ര ലക്ഷക്കണക്കിന് ഗൾഫുകാർ കേരളത്തിലുണ്ടെന്നറിയാമോ? PT മുഹമ്മദ് മാഷ് ഇതൊന്നും പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ ഈ പല ഗ്രാമങ്ങളിലും വീടുകളിലും കയറി ഇറങ്ങി. തിരുവനന്തപുരം, പെരുമാതുറ, വർക്കല, അയിരൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചെന്നു. അവർ പറയുകയാണ്, എനിക്ക് ഇന്ന് കഴിഞ്ഞുകൂടാനുള്ള വക പോലും ഇല്ല. ഞാൻ 30 വർഷം ഗൾഫിൽ ജീവിച്ച ഒരാളാണ്.
ഇതാണ് അവസ്ഥ. വടക്കേ ഇന്ത്യയിൽ ചെല്ലുക, യുപിയിലും മധ്യപ്രദേശിലും ബീഹാറിലും തുകൽ വ്യവസായത്തിലും ചെരുപ്പ് നിർമ്മാണത്തിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ള മാതിരി ദളിതരുടെ സാഹചര്യങ്ങളെക്കാളെ വളരെ മോശമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ജസ്റ്റിസ് സച്ചാർ, രാജേന്ദ്ര സച്ചാറും കമ്മീഷനും കണ്ടത്. അവർ പറഞ്ഞു, അവർക്ക് അത്ഭുതം തോന്നി, ഇതാണോ ഇന്ത്യയിലെ ഒരു മതന്യൂനപക്ഷത്തിന്റെ അവസ്ഥ? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എത്ര പേര് കണ്ടിട്ടുണ്ട്? ആര് കണ്ടിട്ടുണ്ട്? അതിന്റെ നിർദ്ദേശങ്ങൾ എവിടെ നടപ്പാക്കി? കേരളം പോലുള്ള സംസ്ഥാനത്ത് കുറച്ച് ചർച്ചകളെങ്കിലും നടന്നു. ഇന്ന് എന്താണ് അവസ്ഥ? പാർലമെന്റിൽ ഭൂരിപക്ഷാധികാരം കൈയാളുന്ന ഒരു പാർട്ടിയാണ് BJP. BJPയുടെ 303 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് ഉറപ്പാക്കും പാർലമെന്റിൽ ഭൂരിപക്ഷാധികാരം അരക്കിട്ടുറപ്പിക്കാനുള്ള പണികളാണ് ഇത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈ 1952 ഈ പറയുന്ന 10% വരുന്ന മുസ്ലിം സമുദായത്തിന്റെ പാർലമെന്റിന്റെ പ്രാതിനിധ്യം 4% വരുന്നു. ഇന്ന് എത്രയാണെന്ന് അറിയാമോ? ഇന്ന് അത് 15% മുസ്ലിം സമുദായത്തിന്റെ പാർലമെന്റിലെ പ്രാതിനിധ്യം 4% തന്നെയാണ്. 4.9%. ആലോചിച്ചു നോക്കുക. ഇതിന് നമ്മൾ BJP കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ഇന്ത്യ ഭരിക്കുന്നത് BJP ഇപ്പോഴല്ലേ, കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടല്ലേ ഉള്ളൂ. ഇത്രയും കാലം ഭരിച്ചതൊക്കെ കോൺഗ്രസും മറ്റു പാർട്ടികളല്ലേ. ജനസംഖ്യാനുപാതികമായി ഈ മനുഷ്യർക്ക്, അത് തുകൽ വ്യവസായത്തിൽ പെടുന്നവരായിക്കൊള്ളട്ടെ, അങ്ങേയറ്റം നികൃഷ്ടമായ ജോലികൾ ചെയ്യുന്നവരാവട്ടെ, അവരെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വാതായനങ്ങളിൽ വരാന്തകളിലെങ്കിലും ഇരിക്കാൻ അവർ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനിത് മുസ്ലിം സമുദായത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത് ഇന്ത്യയിലെ ഏറ്റവും അധികം ദുരിതങ്ങളും ദുരന്തങ്ങളും നേരിടുന്ന ദളിതരുടെ സാഹചര്യങ്ങളുമായി സമാനതകളില്ലാത്തതാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പ്രാതിനിധ്യം നമുക്ക് ഉറപ്പാക്കാൻ കഴിയാത്തത് നമ്മുടെ തന്നെ പ്രശ്നം കൊണ്ടാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റ് വരെയും, രാഷ്ട്രീയ പാർട്ടികളുടെ ലോക്കൽ കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയും ദളിതരെയും മതന്യൂനപക്ഷങ്ങളെയും നിലനിർത്താൻ ഉള്ള ആർജവമുണ്ടോ? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും, എല്ലാ മതന്യൂനപക്ഷങ്ങളെയും, ഞാൻ മുസ്ലിങ്ങളെ മാത്രം പറയില്ല, ക്രൈസ്തവരെയും ഈ പറയുന്ന ദളിതരായവരെയും എല്ലാം ഇല്ല. നമുക്ക് ചില ഷോ ബോയ്സ് എപ്പോഴും ഉണ്ടാവും എടുത്തു കാണിക്കാൻ. അത് APJ അബ്ദുൽ കലാമിനെ കാണിച്ച മാതിരിയോ അല്ലെങ്കിൽ ദ്രൗപദി മുർമുവിനെ കാണിച്ച മാതിരിയൊക്കെ ചില ഷോക്കേസിങ്ങിനുള്ള ചില കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ പ്രാധാന്യം കൊടുത്തു. പ്രസിഡന്റായി, പ്രധാനമന്ത്രിയായി, ചീഫ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി. സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ടായിരുന്നിട്ടുണ്ട്? ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ എത്ര ജഡ്ജിമാരുണ്ടായിരുന്നിട്ടുണ്ട്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും പാർലമെന്റിലെയും മുഴുവൻ എണ്ണം എടുക്കുക, 4908 വരും. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭരിക്കുന്നത് BJP ആണ്. എവിടെയെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടുണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. തെരഞ്ഞെടുക്കപ്പെട്ടാലല്ലേ കാണാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കാനല്ലേ അവർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയുള്ളൂ. തോക്കാനിടയുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. ഇല്ല. കഴിഞ്ഞ വർഷം പാർലമെന്റിൽ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്ത 3 അംഗങ്ങളുണ്ടായിരുന്നു. അവരും കൂടെ കാലാവധി കഴിഞ്ഞുകൂടി നിൽ. ഇനി
2024 തെരഞ്ഞെടുപ്പോടുകൂടി BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഭയപ്പെടുന്നത് പാർലമെന്റിന്റെ 800 സീറ്റുകളിലും ഇരിക്കാൻ ആളുണ്ടാവും. ആ 800 സീറ്റുകളിൽ ഇരിക്കാൻ പാകത്തിലുള്ള നിയോജക മണ്ഡലങ്ങൾ നമ്മൾ സൃഷ്ടിക്കും. ഞാൻ നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന ആരും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം വോട്ടറായ ഞാനും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗവാക്കുകളായി മാറുകയാണ്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം, ബുദ്ധി, ആർജവം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള വലിയ ജനാധിപത്യത്തിന്റെ അമരത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു KP രാമനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് എന്തെങ്കിലും ഒരു ദളിതിന് ഒരു 10 സീറ്റ് കൊടുക്കുകയായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടോ? കേരള കോൺഗ്രസ് ആർക്കെങ്കിലും മുസ്ലിമിന് കൊടുത്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം മുസ്ലിം ലീഗ് ആർക്കും ഉറപ്പാക്കാൻ ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ മുസ്ലിങ്ങളെ നിർത്തുള്ളൂ. KP രാമനൊക്കെ ഒരു ചരിത്രത്തിലെ ഒരു ഇടർച്ചയാണ്. തുടർച്ചയായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ പേരിട്ടത് കൊണ്ട് മുസ്ലിങ്ങൾ മാത്രമേ പ്രായോഗികം. ഇത് വാസ്തവത്തിൽ ആർക്കാണ് വളമാകുന്നത്? കേരള കോൺഗ്രസിൽ ഞാനൊരു അപേക്ഷ കൊടുത്താൽ എന്നെ ചേർക്കുമെന്ന് വെച്ച് ചിലപ്പോൾ എന്നെ എടുക്കുമായിരിക്കും. പക്ഷെ ഒരു സാധാരണക്കാരന്റെ സാധാരണത്തിൽ എടുക്കില്ല. SNDP ഉണ്ടാക്കുന്ന കാലത്ത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു പ്രസ്ഥാനമായിരുന്നു. നിങ്ങളൊന്ന് അപേക്ഷ കൊടുത്തു നോക്കുക, SNDP കേറ്റുവോ? കേട്ടില്ല. ഇതാണ് പ്രാതിനിധ്യത്തിന്റെ ഈ സമകാലിക ലോകത്തിന്റെ പ്രതിസന്ധി. ഞാൻ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ ആളല്ല. ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വെച്ചൊഴിഞ്ഞ പിന്മാറിയ ഇടങ്ങളിലെല്ലാം നിന്നാണ് മതമൗലികവാദവും മതരാഷ്ട്രവാദവും തീവ്രവാദവും ശക്തിപ്പെട്ടത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പിൻവാങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം ബഹുജനങ്ങളും യുവജനങ്ങളും എല്ലാം മാറി സഞ്ചരിക്കുകയും അവരുടെ സ്വത്വങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന അപകടകരമായ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. ഇത് തിരിച്ചറിയാൻ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അത് കഴിയുന്നത്? നമ്മൾ BJPയെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? BJP അതിന്റെ പ്രത്യയശാസ്ത്രപരമായ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്തും പ്രത്യയശാസ്ത്രപരമായി അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ അവര് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജവം അവർക്കുണ്ട്? ഇല്ല. ഈ ഒരു നിരാശാബോധത്തിൽ നിന്നാണ് പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള എൻ്റെ ചെറിയ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സാമൂഹിക നീതിയും സാമൂഹ്യ സുരക്ഷയൊക്കെ ഉറപ്പാക്കണമെങ്കിൽ അത് ഇനി താഴെത്തട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ലോക്കൽ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും എല്ലാം ചോദ്യങ്ങൾ ഉയരണം. ഈ ചോദ്യങ്ങൾ ഉയരുന്നവരെയൊക്കെ പുറത്താക്കും ചിലപ്പോ. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ, കുറച്ചു കാലം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇതിൽ പ്രതിഷേധിക്കാൻ അവർക്ക് കഴിയില്ല. ദളിതരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും മൗലിക അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള ബാധ്യത അവരിലേക്ക് നമ്മൾ കൊണ്ടുകൊടുക്കണം. പൗരസമൂഹത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. പൗരസമൂഹം പിൻവാങ്ങിയാൽ രാഷ്ട്രീയ പാർട്ടികൾ പിൻവാങ്ങും. രാഷ്ട്രീയ പാർട്ടികൾ പിൻവാങ്ങിയാൽ ഭരണകൂടം ഒരു അധീശത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി മാറും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണകൂടം ഏറ്റവും വലിയ സർവാധിപത്യ ഭരണകൂടത്തിന്റെ പ്രതീകമായി മാറും. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
എനിക്കറിയാം 3 മണിക്കൂറായി നമ്മളിവിടെ കൂടിയിട്ട്. എല്ലാവർക്കും വേഗം പോകണമെന്നും അറിയാം. 2 വാക്ക് മാത്രം ഞാൻ പറയുന്നുള്ളൂ. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ചന്ദ്രു, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യസഭാ അംഗം കൂടിയായ സോമശേഖരൻ, ഒപ്പം തന്നെ നമ്മുടെ ഡോക്ടർ സീതി, ഇവർ 3 പേരും മുന്നോട്ട് വെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ ഉപോത്ബലകമായിട്ട് ഞാനൊരു അഭിപ്രായം പറയുന്നത് അത്ര യുക്തമല്ല. എങ്കിലും ഈ മര്യാദകളുടെ അടിസ്ഥാനത്തിൽ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം ഇനി എനിക്ക് ശേഷം 2 വാക്കിൽ നന്ദി പറയേണ്ടതുകൊണ്ട് ഇത്രയും പേര് 3 മണിക്കൂറിലേറെ കാത്തിരുന്നതും ഈ ഒരു ഗൗരവമായ ചർച്ചയിലാണ്. ഇതിവിടെ അവസാനിക്കരുത്. ഏത് സംവരണം സംബന്ധിച്ച, പ്രാതിനിധ്യം സംബന്ധിച്ച ചർച്ച ഇവിടെ അവസാനിക്കരുത് എന്ന ഒരു മെസ്സേജാണ് സത്യത്തിൽ വിളംബരം ചെയ്യുന്നത്. കാരണം അഭിപ്രായങ്ങൾക്ക് ആർക്കും ഒരു പഞ്ഞവുമില്ല. പക്ഷേ നീതി നിഷേധത്തിന്റെ കാര്യം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം എന്താണ്, ജുഡീഷ്യറിയുടെ സ്ഥാനം എന്താണ്, പൊതുസമൂഹത്തിന്റെ സ്ഥാനം എന്താണ്, മുഖ്യധാരാ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇവയൊക്കെ സജീവമായിട്ട് ഇവിടെ വിലയിരുത്തി കഴിഞ്ഞു. ജസ്റ്റിസ് ചന്ദ്രു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നീതിപീഠത്തെക്കുറിച്ചും പിന്നാക്ക വിഭാഗത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ചരിത്രപരമായ വസ്തുതകൾ അദ്ദേഹം വെളിപ്പെടുത്തിയെങ്കിൽ, ഏറ്റവും ഒടുവിൽ നമുക്ക് സംസാരിച്ച സീതി മാസ്റ്റർ പറഞ്ഞത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എവിടെയാണോ പിൻവാങ്ങുന്നത് അവിടെ നിന്നാണ് ഈ വിഭാഗീയതയുടെ വിത്തുകൾ മുന്നോട്ട് വളരുന്നത് എന്നാണ്. പക്ഷെ അതിന് മുമ്പ് പ്രസംഗിച്ച ഒറ്റ വരിയിൽ മാത്രം അവരുടെ പ്രസംഗത്തിന്റെ ഒരു വിലയുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത്, അതിന് മുമ്പ് പ്രസംഗിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സോമപ്രസാദ് സാർ പറഞ്ഞത്, അമിത്ഷാ മുസ്ലിം സംവരണത്തിനെതിരായിട്ട് ബാംഗ്ലൂരിൽ നടത്തിയ പ്രസംഗം അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ആശങ്കയുണ്ട് നാളെ ആ വാള് പോകുന്നത് രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരെയായിരിക്കും. സംവരണത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, മര്യാദകൾ അനുസരിച്ചിട്ടുള്ള സംവരണ രീതികളിൽ മാറ്റം ഉണ്ടാവണം എന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാരഥി കൂടിയായ അദ്ദേഹം ഈ സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്ന ഒരു നിലയിലാണ് സംസാരിച്ചത്. കാരണം ആ സംവരണം അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ മറ്റ് സംവരണങ്ങൾ കൂടി ഇല്ലാതാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദഗതി. മറ്റൊന്ന്, സമയക്കുറവ് കൊണ്ട് ഞാൻ ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 2024 പാർലമെന്റിനെ കുറിച്ച് ഡോക്ടർ സീതിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രപരമായിട്ടുള്ള ദൗത്യം നിറവേറ്റുന്നത് എത്രത്തോളം പരാജയപ്പെട്ടു എന്ന് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. എവിടെ വിഭാഗീയത ഉണ്ടാകുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ ആ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം ഞങ്ങളോടൊപ്പമില്ല എന്ന് തോന്നുന്ന ഒരു കാലം വരുമ്പോൾ അവർ മറുചേരികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും അധികാരത്തിലിരുന്ന പാർട്ടികൾ എന്ന നിലയിൽ അവർക്കതിനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഞാൻ ഈ സെമിനാറിൽ മോഡറേറ്ററായി ഇരുന്ന ഞാനൊരു കാര്യം പറയുകയാണ്. സാഹിത്യ അക്കാദമി ഒരുപക്ഷെ ഇതിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയേറെ വൈകിയ ഒരു ഘട്ടത്തിൽ, കലാപരിപാടികളല്ലാതെ ഒരു സെമിനാറിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവിടെ ഇരുന്നിട്ടുള്ളത്. എല്ലാവർക്കും ആദരവ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ച ഇനിയും തുടരണം. അത് സമദർശിയുടെ ഒരു മുദ്രാവാക്യമാക്കി നമ്മൾ എടുക്കണം. കേരളം മുഴുവനും, ഇന്ത്യ മുഴുവനും സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വം കൂടി ഉണ്ടാവണം. ഇനി നന്ദി പറയാനായിട്ട് നമ്മുടെ പ്രിയ സഹോദരി ഡോക്ടർ ലിനി പ്രിയയെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി. ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് സമദർശിനി ഇവിടെ സംഘടിപ്പിച്ച സംവരണം, സാമൂഹ്യനീതി, പ്രാതിനിധ്യം എന്ന വിഷയത്തിലെ ഈ ഒരു പ്രഭാഷണം ചിന്തോദ്യോപകമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അറിയാവുന്ന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സഹസ്രാബ്ദങ്ങളായി ഒരുപക്ഷെ വിവേചനത്തിന്റെ, അതല്ല എങ്കിൽ പലപ്പോഴും
വ്യത്യസ്തതകളുടെ വ്യവസ്ഥാപിതമായ വിവേചനങ്ങളുടെയൊക്കെ കാരണങ്ങളാൽ സമൂഹത്തിന്റെ ചേരികളിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സംവരണം അത് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് 1951 മുതലാണ്. ഇവിടെ ജസ്റ്റിസ് ചന്ദ്രു അതിനെക്കുറിച്ച് വളരെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. സംരക്ഷിത വിവേചനം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നൽകാൻ ശ്രമിച്ച ആ ഒരു സംവരണം ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ സമൂഹത്തിലെ എക്കണോമിക് വീക്കർ സെക്ഷൻസിന് മാത്രം ഇത്തരത്തിലുള്ള സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ വന്ന ജാൻഹിത് അഭിയാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് 2022 5 ജഡ്ജിമാർ അടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ദിനേശ് മഹേശ്വരിയും പർദിവാലയും ത്രിവേദിയും അടങ്ങുന്ന 3 അംഗ ബെഞ്ചും അതിന് വിരുദ്ധാഭിപ്രായം പറഞ്ഞ ജസ്റ്റിസ് ഭട്ടും ജസ്റ്റിസ് യു ലളിതും അവർ സൂചിപ്പിച്ച വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണെങ്കിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവരണം അത് എക്കണോമിക് ബേസിസിലാകുമ്പോൾ പ്രത്യേകിച്ച് ഈ പറയുന്ന സാമ്പത്തികമായ സംവരണം വരുമ്പോൾ സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡായി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ തീർച്ചയായും അതിനുകൂടി അവകാശപ്പെട്ടതാണ്. കാരണം അവരോളം എക്കണോമിക്കലി വീക്കറായി നിൽക്കുന്ന സെക്ഷൻസ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിക്കുന്ന 2 വിഷയങ്ങൾ 2 ഭാഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വളരെ വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ച ജസ്റ്റിസ് ചന്ദ്രു, അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിലെ ഫോമർ ജഡ്ജായിരുന്ന അദ്ദേഹം he made a very noteworthy and remarkable discourse on the topic called the reservation. Thank you so much. And I would like to express my deepest gratitude on behalf of Samadarshini for Justice Chandru for making this wonderful discourse on this topic. Thank you so much, sir. അടുത്തതായി നമ്മൾക്ക് ഈ ഒരു വിഷയത്തിന്റെ മറുചേരി കാണിച്ചു തന്ന നമ്മുടെ മുൻ രാജ്യസഭാ അംഗമായ കെ സോമപ്രസാദ്, അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് എക്കണോമിക് വീക്കർ സെക്ഷൻസിന് സംവരണം നൽകിക്കൂടാ എന്നതടക്കമുള്ള വിഷയങ്ങൾ നമ്മളുടെ ശരിക്കും 2 വിഷയങ്ങളും കാണിച്ചു തന്നപ്പോൾ നമ്മളെ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന് പലപ്പോഴും അത് ചർച്ചകളുടെ വിഷയങ്ങളാക്കേണ്ടത് എന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ചർച്ച പോവുകയുണ്ടായി. അദ്ദേഹത്തിന് സമദർശിനിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഡോക്ടർ KM സീതി, അദ്ദേഹം സാമൂഹ്യ സംവരണത്തിൽ പലപ്പോഴും സാമൂഹ്യ നീതി എന്ന വിഷയത്തെ സംബന്ധിച്ച് ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ വിഭജനം മുതൽ നിലനിന്നിരുന്ന വ്യത്യസ്തതകളെ സംബന്ധിച്ച് അത് നമുക്ക് സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലേക്ക് ഇന്നും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ച് 2024 വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ അടക്കം ഉള്ള വിഷയങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു പോയി. അദ്ദേഹത്തിനും സമദർശിനിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഒപ്പം തന്നെ ഇന്ന് നമുക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ PN ഗോപികൃഷ്ണൻ, മോഡറേറ്ററായിരുന്ന ശ്രീ E സലാവുദ്ദീൻ അടക്കമുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും ഈ പരിപാടിയുടെ സംഘാടകർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. താങ്ക് യു. യോഗ നടപടികൾ അവസാനിക്കുന്നു.